ഹല്ലേലൂയ. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളാം. അല്ലേ? നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമൊക്കെ അപ്പന്റെ അടുക്കൽ ഓടി ചെന്ന് ചോദിക്കുമ്പം നമ്മുടെ കർത്താവ് നമുക്ക് മറുപടി നൽകി തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലേ? ഈ ഞാനും പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞാനും ആഗ്രഹിക്കുന്നത് ഇങ്ങനെ, കർത്താവിന്റെ സന്നിധിയിൽ അങ്ങോട്ട് ചെന്ന് ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അപ്പൻ എനിക്ക് ഉത്തരം തരണം. നമുക്ക് രണ്ട് രീതിയിലുള്ള ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കും. ഒന്ന്, എനിക്ക് ഓൾറെഡി ഒരു ഉത്തരം അറിയാം, ഇന്ന വിഷയത്തിന് ഇന്നത് ഉത്തരം തന്നാലേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ദൈവത്തോട് പറയും, അപ്പൊ ഞാൻ എനിക്കിപ്പോ ഇത്ര രൂപ കടമുണ്ട്, എനിക്ക് ഇത്ര രൂപ അങ്ങ് തരണം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇല്ലേ? ചിലരുണ്ട്, അപ്പ എനിക്ക് ഇന്നത് ആവശ്യം, അപ്പന്റെ ഹിതപ്രകാരം എനിക്ക് ഉത്തരം തരണമെന്ന് പറയും. മനസ്സിലാവും? നിങ്ങളിൽ അത് നിങ്ങൾ തന്നെ ചോദിക്കണം, ഞാൻ ഇതിൽ ഏത് കാറ്റഗറിയാണെന്ന് ചോദിക്കണം. ഒന്ന്, നമുക്ക് ചോദ്യമുണ്ട്, ഉത്തരവും നമ്മുടെ കയ്യിൽ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവെ, എന്റെ കുഞ്ഞിന് ഇന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടണം. അത് കിട്ടണം എന്ന് പറയുന്നത് റിക്വസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നിയാലും ആക്ച്വലി അതൊരു ആജ്ഞയാണ്. എനിക്ക് ഇന്ന കോളേജിൽ അഡ്മിഷൻ എന്റെ കൊച്ചിന് കിട്ടണം. മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും കർത്താവ് ആഗ്രഹിക്കുന്നത് എന്തെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുക. കാരണം എന്നെ ദൈവം പഠിപ്പിച്ചത്, ഞാൻ പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞ കാര്യം, എന്നെ ദൈവാത്മ പഠിപ്പിച്ചതെന്ന് ഞാൻ പറയുന്നത്. പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അപ്പനോട് ഇങ്ങനെ ചോദിക്കണം, അപ്പൻ വെച്ചിരിക്കുന്ന ഉത്തരം എന്താന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കണം. മനസ്സിലായോ? കാരണം എന്തെന്ന് ഞാൻ പറയാം. നമ്മൾ അങ്ങോട്ട് പറയുന്ന ഉത്തരം, കർത്താവെ, എനിക്ക് എന്റെ മോന് ഇന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടണം, എന്റെ മോൾക്ക് ഇന്ന കല്യാണം നടക്കണം, എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആയിത്തീരണം എന്ന് നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ പറയുന്നത് പോലെ കർത്താവ് ചെയ്തു തന്നാൽ ആ ഉത്തരത്തിനകത്ത് പല പ്രശ്നങ്ങളും പിന്നീട് നമുക്ക് വന്നു ചേരും. പകരം കർത്താവിനോട് ചോദിക്കണം, അപ്പ ഈ വിഷയത്തിൽ കർത്താവിന്റെ ഹിതം എന്താ, കർത്താവിന്റെ മനസ്സിലുള്ള ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താ, എനിക്ക് അതൊന്നും നൽകി തരാവോ എന്ന് ചോദിച്ചാൽ കർത്താവ് തരുന്ന ഉത്തരത്തിന്റെ പ്രത്യേകത ഈ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? അവിടെ പറയുക, നീ അറിയാത്തത്, മഹത്തമായത്, അഗോചരമായുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തരും. മനസ്സിലായോ? അറിയാവുന്ന ഉത്തരം തരുമെന്നല്ല പറഞ്ഞേ. അതുകൊണ്ടാണ് ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവിന്റെ രീതിയിൽ ഉത്തരം തരുമ്പോൾ നമ്മൾ, എന്റെ ദൈവമേ, ഇത് ഞാൻ പ്രതീക്ഷിച്ചത് പോലും അല്ലെന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ടെസ്റ്റിമണിയിൽ. ഞാൻ പറയാറുണ്ട്, എന്റെ എല്ലാം അങ്ങനെയാ. ഞാൻ ചോദിച്ചത് എന്താ, കർത്താവ് തന്നത് എന്താ, കർത്താവ് കയ്യിലോട്ട് തരുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവ് ഇതല്ല ഞാൻ ചോദിച്ചത്, പക്ഷെ ഇത് ഞാൻ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം കർത്താവിന്റെ ഉത്തരങ്ങൾ എപ്പോഴും അങ്ങനെ, നമുക്കറിയാത്തതും മഹത്വമായത്. ഏത് മഹത്വമാ? കർത്താവിന് മഹത്വം കിട്ടുന്ന ഉത്തരങ്ങളായിരിക്കും അത്. മൂന്ന്, അഗോചരമായി, ഇൻഡെപ്ത്, അതിന്റെ ആഴങ്ങളും മർമ്മങ്ങളും നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പോലും പറ്റത്തില്ല. ചില ഉത്തരങ്ങൾ ചിലപ്പോൾ അതിന്റെ ഉത്തരം നമ്മൾക്ക് ലഭിക്കുന്ന സമയത്ത് ഇച്ചിരി പാടുള്ളതായിട്ടൊക്കെ തോന്നിയേക്കാം, എന്നാൽ പിന്നീടാണ് അതിന്റെ മഹത്വം മനസ്സിലാക്കുന്നത്. ഇപ്പൊ എന്റെ ജീവിതത്തിൽ പെട്ടെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ എന്റെ ടെസ്റ്റ് മണി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയാം, എന്നാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് ഓർപ്പിക്കാം. എനിക്ക് 3.5-4 വയസ്സുള്ളപ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ എന്റെ മമ്മിയോടും പപ്പയോടും പറഞ്ഞൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇങ്ങനായിരുന്നു, എനിക്ക് സ്കൂൾ ബസ് പോകുമ്പോൾ, അവിടെ ഞങ്ങളുടെ വീടിന്റെ ഭാഗത്ത് സ്കൂൾ ബസ് പോയിരുന്നു. അത് ഇംഗ്ലീഷ് മീഡിയം ഒന്നും പറയാൻ അറിയത്തില്ല, പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് ഈ സ്കൂൾ ബസ്സിൽ സ്കൂളിൽ പോകണമെന്ന് പറയാം. മമ്മിക്കും പപ്പയ്ക്കും അറിയാതെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. പക്ഷെ എന്റെ ഉള്ളിൽ ആഗ്രഹം കിടക്കുക, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള കൊതി കൊണ്ടല്ല. സ്കൂൾ ബസ്സേ ഞാൻ അംഗനവാടിയിലാണ് പോയിക്കൊണ്ടിരുന്നത്, നടന്നു പോകണം. അവർക്കൊക്കെ ഞങ്ങൾക്ക് ബാഗ് ഒന്നും ഇല്ല. മനസ്സിലാവുന്നുണ്ട്? ഞങ്ങൾക്ക് ഒരു ചോറ്റുപാത്രം മാത്രം കൊണ്ടായിരുന്നു ഉപ്പുമാവ് കിട്ടാൻ വേണ്ടി. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ബാക്കിയുള്ള എന്റെ പ്രായമുള്ള കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ ബസ്സിൽ സ്കൂൾ ബാഗ് ഒക്കെ ഇട്ട് പോകുമ്പോൾ ആ ഒരു സ്കൂൾ ബാഗ് ഇട്ട് പോകാനുള്ള കൊതി കൊണ്ട്, സ്കൂൾ ബസ്സിൽ പോകാനുള്ള കൊതി കൊണ്ടും ആഗ്രഹിച്ചതാണ്. പക്ഷേ ആ ആഗ്രഹം എന്റെ ഉള്ളിൽ നിന്ന് മമ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, മോൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചാണ് എനിക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നത്. അന്നും പപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ മാസവും ആ സ്കൂളിന്റെ ഫീസ് കൊടുക്കാനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ല. എന്നാൽ ദൈവത്തോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, നീ ചോദിക്കും, ഞാൻ നിനക്ക് തരാം. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പഠിക്കാനുള്ള സാമ്പത്തിക നന്മകൾ ഓരോ മാസവും വേണ്ടത് കർത്താവ് കറക്റ്റ് സമയത്ത് എനിക്ക് നൽകി തന്നിട്ടുണ്ട്. അപ്പോഴും മമ്മി ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ ചുറ്റുമുള്ളവർ, ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ പലരും ചോദിച്ചു, ഈ പൈസ ഇല്ലാത്തടത്ത് ഗമ കാണിക്കാൻ പിള്ളേരെ കൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ട് വിടേണ്ട കാര്യമുണ്ടോ? മനസ്സിലായോ? നമ്മളോടും ചില കാര്യങ്ങൾ ദൈവാത്മാവ് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മുടെ ആഗ്രഹപ്രകാരം ദൈവം വഴി തുറക്കും. മറ്റുള്ളവർ ചിന്തിക്കും, ഇവർക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കും. പക്ഷെ ദൈവം ഒരുക്കുന്ന വഴിയുടെ പ്രത്യേകത എന്താണെന്നറിയാം. ഞാൻ അന്നും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോകുമ്പോൾ എന്റെ പപ്പയ്ക്കും മമ്മിക്കോ എന്റെ കുടുംബത്തിൽ ആർക്കും അറിയില്ല ഞാൻ എന്റെ ഭാവിയിൽ വന്നു ചേരേണ്ട രാജ്യം അമേരിക്ക. എനിക്ക് ഇംഗ്ലീഷ് അറ്റ്ലീസ്റ്റ് എങ്കിലും പഠിക്കണം. എനിക്ക് കിട്ടാൻ പോകുന്ന ഹസ്ബൻഡ് ഒട്ടും മലയാളം സംസാരിക്കാത്ത ആളാന്ന് ദൈവത്തിനറിയാം. ഞാൻ പറയുന്ന ഉത്തരം മനസ്സിലായോ? എനിക്കറിയാത്തത്, എന്റെ അപ്പനും അമ്മയ്ക്കും അറിയാത്തതായ ഒരു കാര്യം. ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഞാൻ കല്യാണം കഴിക്കുന്ന എന്റെ ഭർത്താവ് മലയാളിയാണ്
അദ്ദേഹത്തിന്റെ പേരൻസ് ഒക്കെ മലയാളികളാണെങ്കിലും അദ്ദേഹം ഒരു വാക്ക് പോലും മലയാളം സംസാരിക്കത്തില്ല. ഞാൻ അപ്പോൾ ഓർത്തിട്ടുണ്ട്, കർത്താവെ, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഒന്നും പഠിച്ചില്ലായിരുന്നെങ്കിൽ, ഞാൻ മലയാളം പഠിച്ച് മലയാളം മാത്രമേ എനിക്ക് സംസാരിക്കാൻ അറിയത്തുള്ളായിരുന്നെങ്കിൽ ഈ കല്യാണം എങ്ങനെ നടന്നേനെ. കാരണം പെണ്ണ് കാണാൻ വന്ന് ഞങ്ങൾക്ക് കിട്ടിയ 45 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചത് ഇംഗ്ലീഷിലാണ്. അപ്പൊ ഞാൻ അപ്പോഴും ഓർത്ത് കഴിയുമ്പോൾ എന്റെ ഇംഗ്ലീഷ് അദ്ദേഹത്തിന് മനസ്സിലാകുമോ എന്നുള്ളൊരു ചിന്ത. എന്നാൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതിന്റെ ആ ഒരു ബേസിക് ഉള്ളത് കൊണ്ട് നമ്മൾ സംസാരിച്ചു. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം എസ് പറഞ്ഞത് കൊണ്ടാണ് ഈ വിവാഹം നടന്നത്, അല്ലെ? പക്ഷെ ഞാൻ ഇപ്പൊ ഇരുന്ന് ചിന്തിക്കുമ്പോൾ, നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ഉത്തരങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ, ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയത്തിന്റെ മറുപടി ഇന്ന് കിട്ടുമ്പോൾ നിങ്ങൾ ഓർക്കും, ദൈവമേ, ഈ ഈ ഒരു ഉത്തരത്തിന് വേണ്ടി കർത്താവ് എത്ര വർഷമായിട്ട് എന്നെ ഒരുക്കുമായിരുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. എന്നെ എന്റെ 4 വയസ്സ് തൊട്ട് എന്റെ കർത്താവ് എന്നെ ഒരുക്കി തുടങ്ങിയായിരുന്നു. എന്തിനു വേണ്ടി എന്നറിയാമോ? ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഈ രാജ്യത്ത് എന്നെ കൊണ്ടുവരേണ്ടതിന്, അല്ലെങ്കിൽ ഈ കുടുംബജീവിതം എനിക്ക് കൊണ്ടുതരേണ്ടതിന്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയും, എന്റെ ജനനത്തിന് മുമ്പേ എനിക്ക് വേണ്ടിയുള്ളതെല്ലാം ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കറക്റ്റ് സമയത്തേക്ക് വെച്ചേക്കുക. അപ്പൊ ഞാൻ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം? അപ്പ അങ്ങ് വെച്ചിരിക്കുന്ന ഉത്തരം എനിക്ക് തരാൻ പറയണം. കാരണം അത് പെർഫെക്റ്റ് ഉത്തരമാണ്. ഞാൻ ഉത്തരം തേടി പോയാൽ, ഞാൻ ചോദിക്കുന്നത് കർത്താവ് എനിക്ക് തന്നാൽ, ഞാൻ ഇപ്പോഴത്തെ വെച്ചാ ചോദിക്കുന്നത്, എനിക്ക് നാളത്തെ കുറിച്ച് അറിയില്ല, ഇല്ലേ? നമ്മൾ ഇന്നത്തെ കാലാവസ്ഥ വെച്ചല്ലേ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, ഇല്ലേ? ഇന്നത്തെ സ്വർണത്തിന്റെ വില വെച്ചാ ചിലർ സ്വർണം മേടിച്ചു വെക്കുന്നില്ലേ? കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ സ്വർണത്തിന്റെ വില പറയാൻ കാരണം എന്താ പറയുക? കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിച്ചു പറയാ, മോളെ, ഞാൻ എന്റെ കുഞ്ഞിന്റെ കല്യാണത്തിന് വേണ്ടി ഇന്നേ സ്വർണ്ണമൊക്കെ കരുതി വെച്ചേക്കുവാണ്. മനസ്സിലാവുന്നുണ്ടോ? കല്യാണം നടത്താൻ. അപ്പൊ ഞാൻ ആന്റിയോട് ചോദിച്ചു, ആന്റി, ബൈബിളിൽ ഒരു വചനം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സ്വർണം വഴിയിലൊക്കെ കെട്ടിക്കിടക്കുന്നു, ആൾക്കാർക്ക് സ്വർണത്തിന്റെ വില ഇല്ലാത്തൊരു കാലം വരുന്നു. അപ്പൊ ആന്റിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വചനം അറിയാവുന്നവർക്ക് അറിയാം, ഇല്ലേ? ആൾക്കാർക്ക് എന്താ പൊന്നൊന്നും, മലയാളം വചനത്തിൽ എഴുതിയിരിക്കുന്ന വെച്ച് നോക്കിയാൽ ആ വാക്ക് പറയാൻ പോലും നമുക്ക് പറ്റില്ല. വെറുപ്പ് തോന്നത്തക്ക രീതിയിൽ ആൾക്കാർ കൊണ്ട് എറിഞ്ഞു കളയുമെന്നാ പറയുന്നത്. അപ്പം ഇന്നത്തെ സമൂഹം ഇന്നത്തെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, നാളെ അറിയാവുന്ന ദൈവം നമ്മളോട് പറയുക, എന്റെ ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുക. അത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഉത്തരങ്ങളാണ്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരുതുന്ന ഉത്തരം ഇന്നത്തെ വെച്ചാ. ഇന്ന് നഴ്സിംഗ് ട്രെൻഡ് ആണെങ്കിൽ എന്റെ കുഞ്ഞ് നഴ്സിംഗിന് പോകണം. ഇന്ന് എല്ലാവരും പറയാം, ഇന്ന് എഞ്ചിനീയറിംഗ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മുടെ മക്കളെ എഞ്ചിനീയറിംഗിന് വിടും. എന്നാൽ കർത്താവിനോട് ചോദിക്കുന്നില്ല, കർത്താവെ, ഞങ്ങൾ എന്തിനാ വിടുന്നത് എന്റെ മക്കളെ? ഞാൻ അതുകൊണ്ട് പറയാം, എന്റെ ജീവിതാനുഭവത്തിൽ നിന്നാ പറയുന്നത്. ഞാൻ ഒരു ടീച്ചർ ആവാൻ ആഗ്രഹിച്ചു പോയ എന്നെ ഡിറക്ഷൻ മാറ്റി വിട്ടിട്ട് എന്നോട് കർത്താവ് പറഞ്ഞു, നീ നഴ്സിംഗിന് പോകണമെന്ന്. ഞാൻ പല വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട്, കർത്താവെ, മരുന്നെടുക്കാത്ത ഞങ്ങളെ എന്തിനു അങ്ങ് നഴ്സിംഗിന് വിട്ടെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്കൊരു ഉത്തരവുണ്ട്, പക്ഷെ ആ ഉത്തരം പറയാം, ഇപ്പോൾ അല്ലെന്ന് പറഞ്ഞു സമയം. എന്നാൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കും എന്നോട്, സിസ്റ്റർ നഴ്സിംഗ് എടുത്തു ഇപ്പൊ എന്തോ ചെയ്യുന്നത്? കർത്താവിന്റെ വേല. അപ്പൊ എന്തിനാ കർത്താവ് നഴ്സിംഗ് എടുക്കാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുപാട് രോഗസൗഖ്യങ്ങൾ നൽകി തന്നിട്ടുണ്ട്. എനിക്കും എന്റെ മമ്മിക്കും എന്റെ സഹോദരിമാർക്കും, ഞങ്ങൾക്ക് കുടുംബം, ഞങ്ങൾ മരുന്നെടുക്കാത്തവരായതുകൊണ്ട്. എന്നാൽ ഞാൻ നഴ്സിംഗിന് എന്നെ ദൈവം വിട്ടതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? പലപ്പോഴും ഞങ്ങൾ ആ രോഗസൗഖ്യങ്ങൾക്ക് വലിയ വില കൊടുത്തിട്ടില്ല. കാരണം എന്നും പ്രാർത്ഥിക്കുന്നു, ദൈവം വിടുതൽ തരുന്നു. മമ്മിക്ക് അപകടങ്ങളിൽ നിന്ന് ദൈവം മമ്മിയെ വിടുവിച്ചിട്ടുണ്ട്, എന്നെ വിടുവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്യും. നമുക്ക് വില അറിയാം, കർത്താവ് തന്ന സൗഖ്യത്തിന്റെ വില അറിയാം. പക്ഷെ പുറമെ ആൾക്കാർ എത്രത്തോളം ഈ ആശുപത്രികളിൽ പൈസ കൊടുക്കുന്നുണ്ടെന്നും, നമുക്ക് ദൈവം തന്ന സൗജന്യമായി തരുന്ന സൗഖ്യത്തിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ ദൈവം എന്നെ കൊണ്ട നഴ്സിംഗിന് കൊണ്ടുപോയിട്ടു. അത് ഒരു ക്ലാസ്. രണ്ടാമത്തെ ക്ലാസ് എന്തിനെന്നെ നഴ്സിംഗിന് വിട്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നഴ്സിംഗ് കോളേജിൽ പോയപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ എന്നെ ദൈവം ഡിസിപ്ലിൻഷിപ്പ് പഠിപ്പിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ആ ഡിസിപ്ലിൻഷിപ്പ് ഒക്കെ എന്റെ ശുശ്രൂഷയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? നമ്മളൊരു വേറൊരു സ്ഥാപനത്തെ അപ്പന്റെ അമ്മയുടെയും അതിനകത്ത് ആദ്യം എന്നെ പഠിപ്പിച്ച ഉത്തരം, ഞാനിപ്പോ പറയാം, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം വരല്ലോ എന്ന് പറഞ്ഞില്ലേ? അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് അതായിരുന്നു. എന്നെ എന്തിനു നഴ്സിംഗിന് വിട്ടെന്ന് ചോദിച്ചാൽ, നേരത്തെ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഓടി ആരുടെ അടുക്കലോട്ട് പോകുന്നറിയോ? മമ്മിയുടെ അടുക്ക പോകും. മമ്മിയായിരുന്നു എന്റെ പ്രാർത്ഥനാ സഹായി. മമ്മി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, എന്തിന്? ഇന്ന വിഷയമുണ്ട്. മനസ്സിലായോ? ഇന്ന വിഷയമുണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. പനി വന്നു, മമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മമ്മി പ്രാർത്ഥിക്കണേ, മമ്മി പ്രാർത്ഥിക്കണേ. അപ്പൊ മേളിൽ ഇരുന്ന് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം, നിനക്ക് എന്നോട് പ്രാർത്ഥിച്ചുകൂടെ? നീ രക്ഷിക്കപ്പെട്ടതല്ലേ, നീ സ്നാനപ്പെട്ടതല്ലേ, നിനക്ക് എന്നോട് ചോദിച്ചുകൂടെ? പക്ഷെ എന്നാലും ഒരു സംതൃപ്തി ഇല്ല. മമ്മി പ്രാർത്ഥിച്ചാലേ എന്തോ ഒരു പ്രത്യേകത പോലെ തോന്നത്തു. ഇന്നും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും അങ്ങനെ ഒരു ചിന്ത കാണും, ഇന്നയാള് പ്രാർത്ഥിച്ചാലേ കർത്താവ് കേൾക്കത്തുള്ളൂ. ചോദ്യം ഇതാ, നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധം എന്തോ? അതുകൊണ്ട് ഇവിടെ പറഞ്ഞ കർത്താവ് എന്നെ വിളിച്ചപേക്ഷിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ചിലരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ചിലരോട് പറയുന്നതിന് പകരം കർത്താവ് പറയും, എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് ഉത്തരം അരുളാം. മനസ്സിലാവുന്നു? മാനുഷികമായി ചിലരെ വിളിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങളുണ്ട്, അത് നമുക്ക് ചിലപ്പോൾ അല്പനേരത്തേക്കിന് ഒരു ആശ്വാസം തരും.
അല്പനേരത്തേക്കിന് ആശ്വാസം തരുന്നതാ. അവരുടെ എൻകറേജ്മെന്റ് വാക്കുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ എൻകറേജ്മെന്റ് തോന്നിയെന്നിരിക്കും കുറച്ചു നേരത്തേക്കിന്. എന്നാൽ കർത്താവ് പറയാ, നീ എന്റെ സന്നിധിയിൽ വന്ന് എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ പറയുന്ന ഉത്തരം നിനക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായത്, നിനക്ക് നിർണയിക്കാൻ പറയുന്നതിന് അപ്പുറമായ ഉത്തരങ്ങൾ എന്റെ കയ്യിലുണ്ട്. പക്ഷെ ചില സമയത്ത് ദൈവം പറയുന്ന ഉത്തരം നമുക്ക് ഇഷ്ടപ്പെടണമെന്നുമില്ല. അത് അതിന്റെ ഒരു വശമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ പ്ലസ് ടു കഴിഞ്ഞ് എന്ത് പഠിക്കണോന്ന് ഓർത്ത് ചിന്തിച്ചിരുന്നപ്പോ, ഇന്ന് എനിക്കറിയില്ല, ഇന്ന് രാവിലെ ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒരു ദൂത് ഞാൻ പറയാം. മക്കളെ അടുത്ത തരത്തിൽ എന്തിൽ വിടണമെന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ചില മാതാക്കളും പിതാക്കളും എന്നെ കേൾക്കുന്നുണ്ട്. പലരും പലത് പറയുന്നുണ്ട്. അത് വിട്, ഇത് വിട്, അതിന് വിട്, ഇതിന് വിട്, ഇതിനെല്ലാം സാമ്പത്തിക ആവശ്യമാണ്, എല്ലാം സ്കോപ്പുള്ള കാര്യങ്ങളായിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ചിലത് വഴിമുട്ടി നിൽക്കുക, അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റുന്നില്ല. എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ പറഞ്ഞതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വഴി തുറക്കപ്പെടാതെ, ഒരു സാമ്പത്തികമായിക്കോട്ടെ അല്ലെങ്കിൽ കോളേജ് അഡ്മിഷൻസ് ആയിക്കോട്ടെ, എന്തിനു പോയിട്ടും വഴി മുട്ടി നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആശ്വാസത്തിന് പറയാ, അപ്പനോട് ചോദിക്കുക, അപ്പ എന്റെ തലമുറ ഞാൻ എന്തിനാ വിടണ്ടെന്ന്. അപ്പം പറയുന്നതിന് മാത്രമേ വിടാവുള്ളൂ. മനുഷ്യർ പറയുന്നിടത്തല്ല വിടേണ്ടത്. എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ ഇത് പറയും. എന്റെ സിസ്റ്റേഴ്സ്, എനിക്ക് 3 അനിയത്തിമാരുണ്ട്, അവരുടെയും ജീവിതാനുഭവത്തിൽ നിന്ന് പറഞ്ഞത്, കർത്താവ് പറയുന്നത് പോലെ സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ അതിന് തുടർന്ന് വരുന്ന ഓരോ കാര്യത്തിലും കർത്താവിന്റെ കരുണ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ല, എന്നെ നഴ്സിംഗിന് വിട്ടപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ടീച്ചർ ആവണമെന്നാ. എന്നാൽ കർത്താവ് അന്ന് പരിശുദ്ധാത്മാവിൽ ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഇല്ല മോളെ, നിന്നെ കുറിച്ച് ദൈവം കാണുന്ന നഴ്സിംഗ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ആ ഉത്തരം എനിക്ക് കയ്പായിട്ട് തോന്നി, വളരെ കയ്പായിട്ടാ തോന്നിയത്. എന്തിന് ദൈവം എന്നെ നഴ്സിംഗ് എടുക്കാൻ പറഞ്ഞെന്നായിരുന്നു എന്റെ ചോദ്യം. എന്നാൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ കൂടി ദൈവം ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, നിനക്കറിയാത്തത്, മഹത്വമായത്, അഗോചരമായെന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്തെന്ന് എനിക്കറിയാം. ഇപ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം എന്താണെന്നറിയാമോ, പല കാര്യങ്ങളിലും ദൈവം എന്നെ മോൾഡ് ചെയ്തെടുത്തത് ആ നഴ്സിംഗ് പീരീഡിലാണ്. അവിടെ വെച്ചാണ് ഈ വാക്യം ആദ്യമായി എന്നോട് ഇടപെടുന്നത്. പലപ്പോഴും ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു, രണ്ടാമത് ഈ വാക്യത്തിന്റെ ശക്തി മനസ്സിലായത് എന്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നപ്പോഴാണ്. ഞാൻ ആ ടെസ്റ്റിമണി ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നപ്പോൾ ഈ വചനം ആ ദൈവശബ്ദമായി എന്റെ കാതിൽ വന്നത്, അത് രണ്ടാമത് ഞാൻ മനസ്സിലാക്കി. മൂന്നാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ഈ വചനം എന്റെ ഉള്ളിലേക്ക് എന്നോട് ഇടപെടുവാനിടയായി തീർന്നു. ഞാനിത് പറയാൻ കാരണം, ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഇന്ന് ദൈവദാസൻ പറഞ്ഞു, നിങ്ങളോടുള്ള ദൂത് അത് ഏറ്റെടുക്കണം. കാരണം ഈ വചനം എനിക്കുള്ളതാ, ഞാൻ അത് ഏറ്റെടുക്കുന്നെന്ന് പറയുന്നവരിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും. കർത്താവ് ആദ്യം തന്നെ പറയുന്ന ദൂതിതാ, എന്നെയാണ് നീ വിളിച്ചപേക്ഷിക്കേണ്ടത്. മനുഷ്യരുടെ മുമ്പിൽ പോയി മുട്ടുകുത്തരുത്. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവനെ മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. ഞങ്ങളുടെ കുടുംബത്തിന്റെ സാക്ഷ്യം തന്നെ അതാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നീ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ കണ്ണുനീരോട് മുഴങ്കാലം അടക്കി പ്രാർത്ഥിച്ചാൽ കർത്താവ് പറയുക, നിനക്ക് മുമ്പിലുള്ള വഴികളെ ഞാൻ തുറന്നു തരും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഉത്തരമല്ല ലഭിക്കുന്നത് എന്ന് കാണുമ്പോൾ മനസ്സ് നിരാശപ്പെട്ടു പോകരുത്. ആ ഉത്തരത്തിലും നമ്മൾ സന്തോഷിച്ചിട്ട് പറയണം, കർത്താവിന് എന്തോ ഈ ഉത്തരത്തിൽ ഒരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം മറച്ചു വെച്ചത് എന്തെന്ന് സമയത്തെ അത് പുറത്തു വരത്തുള്ളൂ. ഞാൻ ഇന്നിരുന്ന്, ഞാൻ പറഞ്ഞില്ല, എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ഒരു തിരിഞ്ഞു നോട്ടം നോക്കുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവെ, അങ്ങ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ പിക്ചർ വരച്ചെന്ന് ഞാൻ ഓർക്കും. എന്നെ കുറിച്ചുള്ള പിക്ചർ ഇല്ലേ, എന്റെ പിക്ചർ ഇങ്ങനെ വരച്ചു വരുമ്പോൾ കർത്താവ് കണക്ട് ചെയ്യുന്ന ഓരോ പോയിന്റുകൾ ഞാൻ നോക്കുക. നിങ്ങളൊക്കെ നാട്ടിലൊക്കെ പണ്ടൊക്കെ കളിക്കുടുക്ക എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ഇപ്പൊ പടങ്ങൾ, മൃഗങ്ങളുടെ ഒക്കെ പടം കൊടുത്തിട്ട് പറയും, ഈ കുത്തുകൾ തമ്മിൽ യോജിപ്പിക്കാന്ന് പറയും. കുത്തുകൾ തമ്മിൽ യോജിപ്പിച്ച് വരുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ആ ഒരു പിക്ചർ നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ ആയിട്ട് വരും. ഇതുപോലെ കർത്താവ് ഓരോ കുത്തുകൾ യോജിപ്പിക്കുക. ഈ കുത്തുകൾ ഓരോന്ന് യോജിപ്പിച്ച് ഓരോരുത്തരുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യും. ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മളെ അയക്കും, ഓരോ ദൗത്യത്തിന് അയക്കും. അവസാനം ആ പിക്ചർ നോക്കുമ്പോൾ നമ്മൾ ഈ വചനം നമ്മൾ പറയും, കർത്താവേ, അങ്ങ് എനിക്ക് തന്ന ഉത്തരം എനിക്ക് ചിന്തിക്കാൻ കഴിയാത്തതായിരുന്നു, അഗോചരമായിരുന്നു, എനിക്ക് ഈ ഉത്തരം അറിയത്തില്ലായിരുന്നു. എന്നാൽ അപ്പൊ അങ്ങ് തന്നപ്പോൾ ഇത് മനോഹരമായ ഒരു ഉത്തരമാണ്. ഇതിനകത്ത് ദൈവം മറച്ചു വെച്ചിരിക്കുന്ന ഈ അധ്യായത്തിൽ നിന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പല ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഇന്ന് ദൈവാത്മാവിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ദൂത് ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു, ഓരോരുത്തർ ആ ദൂത് വരും ഏറ്റെടുത്തോണം, ഇത് എനിക്കുള്ളതാണ്. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ പറഞ്ഞല്ലോ, എന്നെ വിളിച്ചപേക്ഷിക്കും. കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ, കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയാം, നിങ്ങൾക്ക് ഞാൻ വെച്ചിരിക്കുന്ന ഉത്തരങ്ങൾ എന്തൊക്കെയാണ്,
നിങ്ങൾക്ക് അറിയാത്തതാന്ന് ഞാൻ പറഞ്ഞു, മഹത്വമുള്ളതാന്ന് പറഞ്ഞു, അഗോചരമാന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ഉത്തരം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ആദ്യം ദൈവം തരുന്ന ഉത്തരം എന്തിനെന്നറിയോ? കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ ആ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എന്തുണ്ടെന്നറിയോ? ദൈവസന്നിധിയിൽ രോഗശാന്തിയും ആരോഗ്യമുണ്ട്. മനസ്സിലായോ? നിങ്ങൾ എത്ര പേർക്ക് ആ വചനം മനസ്സിലായി? എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരം അരുളാം. എന്താണ് ഉത്തരം? ഏതുത്തരമാ? രോഗത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? രോഗസൗഖ്യത്തിന് വേണ്ടിയാണോ? നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയാണോ? നിങ്ങളുടെ മാതാപിതാക്കൾക്കാണോ? അല്ലെ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയുള്ള രോഗസൗഖ്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ? കർത്താവ് പറയാ, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം വരണം. ഞാൻ പലപ്പോഴും ടെസ്റ്റ് മണി പറഞ്ഞുകൊണ്ട് റിപ്പീറ്റേഷൻ വരാതിരിക്കാനാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞു, കണ്ണിന്റെ കാഴ്ചയുടെ കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, എന്റെ ഹസ്ബൻഡിന്റെ സ്ട്രോക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇങ്ങനെ വിവിധ തരമായ പ്രയാസം ഞാൻ പറയാം. എന്റെ മൂന്നാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴത്തെ സാക്ഷ്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. പ്രതികൂലം ഞാൻ പറഞ്ഞില്ലേ, ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ തൊട്ടടുത്തുണ്ട്. ഒന്ന് 911 ഡയൽ ചെയ്ത് ആംബുലൻസ് വന്ന് എന്നെ കൊണ്ടുപോകും. എന്നാൽ ശ്വാസത്തിന് വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്യുമ്പോഴും, ഞാൻ പറയുന്നത് കേൾക്കണം നിങ്ങള്, ശ്വാസത്തിന് വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്യുക, ഓക്സിജൻ എനിക്ക് കിട്ടുന്നില്ല, എന്റെ കൈകാലുകളൊക്കെ മരവിച്ചിരിക്കുമ്പോഴും ഉള്ളിൽ പരിശുദ്ധാത്മാ പറയുക, നീ എന്നെ വിളിച്ചപേക്ഷിക്കും, നീ പോകണ്ട, നീ എന്റെ സന്നിധിയിൽ ഇരിക്കാൻ പറഞ്ഞു. പക്ഷെ ഉള്ളിൽ പ്രാണന് വേണ്ടി വെമ്പല് കൊള്ളുമ്പോൾ ആശുപത്രി പോകാൻ ടെൻഡൻസി ഉള്ളിലുള്ളപ്പോഴും കർത്താവ് പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞത്. പാടുള്ള ഉത്തരവാ ദൈവം തന്നത്. കർത്താവ്, ഞാൻ ആശുപത്രി പൊക്കോട്ടെ, പോകണ്ട, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും എന്റെ ഹസ്ബൻഡ്, ഞാൻ പറയുക, എന്റെ ഹസ്ബൻഡും കൂടെ അത് പറയുവാണെങ്കിൽ എനിക്ക് ഒരു ഉറപ്പായിരുന്നേനെ. അപ്പൊ എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അപ്പൊ അച്ഛൻ ചോദിക്കുക, ആശുപത്രി പോണോ? പോകാമെന്ന് പറഞ്ഞ അച്ഛൻ കീ എടുത്തിട്ട്, കാർ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി കീ എടുത്തിട്ട് എന്റെ നേരെ തിരിഞ്ഞിട്ട് ചോദിക്കുക, നീ പ്രഗ്നന്റ് ആയതുകൊണ്ട് നിന്നെ കൊണ്ട് ഇപ്പൊ ആശുപത്രി പോയാൽ അവർ അധികം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അവരൊന്നും ചെയ്യത്തില്ല, ജസ്റ്റ് നിന്നെ നോക്കിയിട്ട് അവർ പറയും ഇത് കുഴപ്പമില്ല, ഇറ്റ് ഇസ് ഓക്കെ എന്ന് പറഞ്ഞ് നിന്നെ തിരിച്ച് വീട്ടിൽ വിടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അച്ഛൻ എന്തോ പറയുന്നേ? അല്ല, നമുക്ക് പോകണ്ടെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. കാരണം ഞാൻ ദൈവത്തോട് പറഞ്ഞു, അച്ഛനും കൂടെ പറയുകയാണെങ്കിലോ. അച്ഛന്റെ വായിൽ നിന്ന് വന്നപ്പോ എനിക്ക് മനസ്സിലായി, ദൈവം ഞങ്ങളെ രണ്ടുപേരും ഒരേ ദിശയിലാണ് വിടുന്നത്. ഞാൻ പിന്നെയും സ്ട്രഗിൾ ചെയ്യുക ശ്വാസത്തിന് വേണ്ടി. ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ എന്താണെന്നറിയോ, ഒരു കാര്യം ഉണ്ടായി ആ ദിവസങ്ങളിൽ. ഈ എന്റെ ആ പ്രഗ്നൻസിയുടെ ടൈമിൽ ഓരോ ദിവസവും എനിക്ക് ഓരോ പ്രശ്നം വരും. ഞാൻ എന്റെ ഹസ്ബൻഡിനെ കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, അച്ചാച്ചന്റെ ശുശ്രൂഷയുടെ തലങ്ങളും തുറക്കപ്പെടുവാണെന്ന് എനിക്ക് അന്ന് ദൈവാത്മാവ് എനിക്ക് കാണിച്ചു തന്നു. കാരണം സ്വന്തം വീട്ടിൽ വേണം ആദ്യം ശുശ്രൂഷ തുടങ്ങാൻ, അല്ലേ? എന്നിട്ടാ പുറത്ത്. അപ്പൊ എനിക്ക് മനസ്സിലായി, അത് ഞങ്ങളുടെ വീട്ടിൽ ആ മിനിസ്ട്രി തുടങ്ങുക. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാൻ, പ്രാർത്ഥിപ്പാൻ, ഹസ്ബൻഡിന് ഒരു വയ്യാഴിക വന്ന വൈഫ് പ്രാർത്ഥിക്കുവാൻ, വൈഫിന് ഒരു പ്രശ്നം വന്ന ഹസ്ബൻഡ് പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ ഞങ്ങൾ ഏകമായി പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് ആശ്വാസം നൽകി തന്നു. പക്ഷെ അന്ന് എനിക്ക് പൂർണ്ണമായി രോഗസൗഖ്യം, അതായത് ആ ശ്വാസമുട്ടിൽ നിന്ന് പൂർണ്ണമായി ഒരു വിടുതൽ വന്നില്ല, പക്ഷെ ആശ്വാസം നൽകി തരാൻ ഇടയായിത്തീർന്നു. അന്ന് ഞാൻ ദൈവത്തോട് ഈ ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ട് ശ്വാസമുട്ടൽ മാറുന്നില്ല? കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കൊരു കാര്യമുണ്ട് ചെയ്തെടുക്കാൻ. അതെന്തെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ആ ടെസ്റ്റ് മണി പുറത്ത് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്തിനു വേണ്ടിയാണെന്ന്. അല്ലെങ്കിൽ കാരണം ആ സാക്ഷ്യം കേട്ട അനേകരിൽ വിടുതൽ പ്രാപിപ്പാൻ ഇടയായി തീർന്നു. കർത്താവ് പറയാ, ചോദിച്ച ഉടനെ അങ്ങ് ഹീലിംഗ് തന്നിരുന്ന നിന്നെ എനിക്ക് പഠിപ്പിക്കാനുള്ളത് നിനക്ക് പഠിക്കത്തില്ല. അപ്പൊ ഞാൻ ഇന്നിരുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സത്യമാണ്. ആ ശ്വാസമുട്ടൽ അന്നേ വന്നു. പ്രാർത്ഥിച്ച ഉടനെ കർത്താവ് എനിക്ക് രോഗസൗഖ്യം തന്നിരുന്നെങ്കിലുണ്ടല്ലോ, ഞാൻ ആ വചനം, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കൂ എന്നുള്ള വചനത്തിന്റെ അർത്ഥം ഞാൻ പഠിക്കത്തില്ലായിരുന്നു. എന്നാൽ രോഗസൗഖ്യം ഒരല്പം വൈകിയപ്പോൾ, ദൈവത്തിന്റെ സമയം വരെ അത് വൈകിയപ്പോൾ, ആ വേദനയിലും കർത്താവ് എന്നോട് സംസാരിച്ചു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. നിനക്ക് രോഗസൗഖ്യം ഇപ്പൊ ഞാൻ പൂർണ്ണമായി തന്നില്ല, ആശ്വാസം തരും, എന്നാൽ എനിക്ക് നിന്നെ ചിലത് പഠിപ്പിക്കാനുണ്ട്. അങ്ങനെ കർത്താവ് എന്നെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിലെ ഒരു ദൂതും കൂടെയായി ഈ വചനം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, രോഗശാന്തിയും ആരോഗ്യവും തരും. വെറുതെ അങ്ങ് വിടുതൽ തരത്തിൽ ആരോഗ്യവും കിട്ടും. മനസ്സിലാവുന്നു? ദൈവം തരുന്ന ഹീലിങ്ങിന് പൂർണ്ണ ആരോഗ്യമുണ്ട്. ഞാൻ ഈ വചനം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളോട് തുറന്നൊരു കാര്യം പറയാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓൾമോസ്റ്റ് 109 ഡിവൈസസ് ഇപ്പൊ എന്നെ കേൾക്കുന്നുണ്ട്. ഓൺലൈനിൽ പിന്നെ യൂട്യൂബിലും കേൾക്കുന്ന ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയും. ഞാൻ എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയുന്നത് എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഒരു അരോചകം തോന്നരുത്. ഞാനിത് പറയാൻ കാരണം, ഈ വചന വ്യവസ്ഥ പ്രകാരം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും
രോഗ വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തരുന്ന വിടുതലും വ്യവസ്ഥ പ്രകാരമുള്ള വിടുതലാണ്. ഇത് ഞാനിപ്പോ പറയാൻ കാരണം പലപ്പോഴും പലരും അവസ്ഥയിൽ പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് പറയും, മക്കളെ നിങ്ങൾ വ്യവസ്ഥ പ്രമാണിക്കുക. അല്ലാതെ ആദ്യത്തെ രോഗശാന്തിയുടെ വ്യവസ്ഥ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് ഞാനൊന്ന് പറയുകയാണ്. നമ്മൾ ഏത് രോഗാവസ്ഥ വരുമ്പോഴും ആദ്യം കർത്താവിനോട് ചോദിക്കേണ്ട ചോദ്യം ഇത് എന്തിന് വന്നു എന്നുള്ളതല്ല, പകരം കർത്താവ് ഈ രോഗത്തിൽ കൂടി അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താ, എന്റെ ജീവിതത്തിലെ കുറവ് എന്താന്ന് ആദ്യം ചോദിക്കേണ്ടത്. ഞാൻ പറയുന്നത് മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏത് തരം രോഗത്തിൽ കൂടെ എന്നെ കടന്നു പോകുന്നവർ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാ പറയുക, ഈ രോഗത്തിൽ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ആദ്യം അപ്പനോട് ചോദിക്കേണ്ടത്. അപ്പ ഈ രോഗത്തിൽ കൂടെ അങ്ങ് എന്താ ഉദ്ദേശിക്കുന്നത്? പരിശുദ്ധാത്മാ നിങ്ങളോട് സംസാരിച്ചിരിക്കും, എന്നോട് സംസാരിച്ചിട്ടുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞു ഇതാണ്, എനിക്ക് ചില വചനത്തിന്റെ മർമ്മങ്ങൾ നീയുമായിട്ട് കൈമാറാനുണ്ട്, അതിനെ നീ കഷ്ടതയിൽ ഇരുന്നേ പറ്റൂ. എന്നെ ഗുണമെന്നറിയാമോ? രോഗം വന്നപ്പോ ഞാൻ പുറത്തോട്ടൊന്നും പോകാതെ ഞാൻ വീടിനകത്തായി മുറിക്കുള്ളിലായി. അപ്പൊ കർത്താവുമായിട്ട് ഫുൾ ടൈം സംസാരിക്കാൻ സമയമായി. എന്നറിയോ, ഞാൻ അന്ന് പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴും ഞാൻ പുറത്ത് ശുശ്രൂഷകൾക്ക് പോകുമായിരുന്നു. മനസ്സിലായോ? രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടു, ഞാൻ വണ്ടി എടുക്കുന്നു, യാത്ര ചെയ്യുന്നു, ശുശ്രൂഷയ്ക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ദൈവസന്നിധിയിൽ അങ്ങോട്ടൊന്ന് ഇരുന്ന് പ്രാപിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം എപ്പോഴും തിരക്കാം. എന്നാൽ ആ മൂന്നാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ കർത്താവ് എനിക്ക് ഈ രോഗാവസ്ഥ വരുത്തിയപ്പോൾ ഉള്ള ആദ്യത്തെ ഗുണം ഞാൻ പറയാം. ഞാൻ എൻ്റെ മുറിക്കുള്ളിൽ ആയി. ഞാനും കർത്താവും തമ്മിൽ മാത്രമായ ഒരു സമയത്തേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു. ഇന്ന് ചിലരോട് പരിശുദ്ധാത്മാ പറയാ, നിന്റെ രോഗക്കിടക്കയിൽ ആരും അടുത്ത് വരാതെ നീ ഒറ്റയ്ക്ക് കിടക്കയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ഇപ്പോൾ നീ എന്നെ മാത്രം കാണും, എനിക്ക് നീയുമായിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. ഇതുവരെ ആരോടും പറയാത്ത ചിലത്, നിന്റെ കുടുംബത്തിൽ ആർക്കും വെളിപ്പെടാത്ത ചിലത് എനിക്ക് നീയുമായിട്ട് വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതിന് എന്ത് ചെയ്യണമെന്നറിയോ? നിന്റെ ഫുൾ അറ്റൻഷൻ എനിക്ക് വേണം. ഞാൻ പലപ്പോഴും അതിന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ICUലൊക്കെ കയറുക എന്ന് പറയും. ICUലാന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ICUയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കർത്താവിനെ കാണുന്നത്. ICU മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ശരിക്കുള്ള അർത്ഥം ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാ. പക്ഷെ ആത്മീകമായി ഞാൻ അതിന് പറയുന്ന ഉത്തരം എന്താണെന്നറിയോ? പലരും ICU കിടക്കുമ്പോഴാണ് കർത്താവിനെ തിരിച്ചറിയുന്നത് ഞാൻ ടെസ്റ്റ് മണി കേട്ടിട്ടുണ്ട്. അതിന്റെ റീസൺ അത് സത്യമാണ്. ചുമ്മാ ഒന്ന് മെഡിക്കൽ സയൻസിൽ അങ്ങനൊന്നും പേരിട്ടതല്ല. കറക്റ്റാ, ICU. ഞാൻ അങ്ങേ കാണുന്നു, കറക്റ്റാ. കട്ടിലേക്ക് കിടക്കുമ്പോ പിന്നെ ആരെ കാണാനാ? നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് ആർക്കും നമ്മുടെ അടുത്ത് വരാൻ പറ്റത്തില്ല, നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് ആ എത്ര കഠിനഹൃദയരായവരും അറിയാതെ വിളിച്ചു പോകും, ദൈവമേ എന്നെ ഈ വേദനയിൽ നിന്നൊന്ന് വിടുവിക്കണമേ എന്ന്. ആ വിളിക്കുമ്പോ കർത്താവ് പറയാ, യെസ് ഞാൻ നിനക്ക് ഉത്തരം അരുളാം. പക്ഷെ കർത്താവിന്റെ ഉദ്ദേശം എന്താണെന്ന് കൂടെ ഞാൻ പറയാം. ഈ പലരും എന്നെ രോഗികളായവർ വിളിക്കുന്നത് കൊണ്ട് ഞാൻ ഈ മീഡിയയിൽ വന്ന് തുറന്ന് ഞാൻ അതിന്റെ സത്യാവസ്ഥ പറയാം. കാരണം പലരോടും എനിക്കിതിപ്പോ എപ്പോഴും പറയുമ്പോൾ ചിലർക്കത് അരോചകമായി തോന്നും. പക്ഷെ സത്യമായിട്ട് ഞാൻ പറയാം. രോഗം എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, നമ്മൾ പ്രകൃതിയുടെ നിയമം തെറ്റിക്കുമ്പോൾ നമുക്ക് രോഗം ഉണ്ട്. അപ്പൊ മഴ നനഞ്ഞു, പനി വരും, അത് കോമണാ. എന്നാൽ ചിലത് രോഗബന്ധനങ്ങൾ, ചിലത് ദൈവം അയച്ച് ചില രോഗങ്ങൾ വരും. എന്തിനാണെന്നറിയോ? ഇപ്പൊ ഉദാഹരണം പറയാം, പൗലോസിന് ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അത് എന്തിനെന്ന് അവിടെ തന്നെ പറയുന്നില്ല. എന്തിനാ? നെഗളം വരാതിരിക്കാനാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്കത് ഒരിക്കലും ദൈവത്തിന്റെ സ്നേഹമായിട്ട് തോന്നത്തില്ല. പക്ഷെ പൗലോസിന് മനസ്സിലായി ഇത് ദൈവത്തിന്റെ സ്നേഹമാണെന്ന്. കാരണം എന്താണെന്നറിയാമോ? പൗലോസിനോട് കർത്താവ് എന്തിനാ പറഞ്ഞ, മോനെ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത തികഞ്ഞു, ഇത് മാറ്റത്തില്ലെന്ന് പറയാൻ കാരണം എന്നാ? കർത്താവിന് ഒരു കാര്യമുണ്ട്, പൗലോസ് നീ ചെയ്തെടുത്ത ശുശ്രൂഷ വലുതാ, ശരിയാണ്. പക്ഷെ ശുശ്രൂഷ ചെയ്ത് ശരിയാണ്, എല്ലാവരും നല്ല രീതിയിൽ നിന്നെ പ്രോത്സാഹിപ്പിച്ചു, അനേക സഭകൾ നീ സ്ഥാപിച്ചു. പക്ഷെ നിഗളം വന്ന് എനിക്ക് നീ നഷ്ടമാകാൻ താല്പര്യമില്ല. ഈ രോഗം വന്ന് നീ താഴ്മയോടെ ഇരുന്നാൽ എനിക്ക് നിന്നെ നിത്യത കിട്ടും. ഒരു കാര്യം ആദ്യം തന്നെ ദൂത് ഞാൻ കൈമാറുക, ചില രോഗങ്ങൾ നിങ്ങളെ മാറാതിരിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ടും വിടുതൽ കിട്ടുന്നില്ലെങ്കിൽ, ആദ്യത്തെ പർപ്പസ് ദൈവത്തിന്റെ, ചിലർക്ക് നെഗളം വരാതിരിക്കാൻ, ചിലര് ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുവാൻ, ചിലര് ശുദ്ധീകരണം പ്രാപിക്കേണ്ടതിന്, നിത്യതയിൽ നിങ്ങളെ കിട്ടേണ്ടതിന് ചില രോഗങ്ങൾ ദൈവം നിങ്ങളുടെ ശരീരത്തിൽ അനുവദിച്ചേക്കുക. എത്ര പേരത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നോട് ദൈവം സംസാരിച്ച ഒരു കാര്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? എത്ര വലിയ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഒരു മുള്ളു കാണും അവരുടെ ജീവിതത്തിൽ. കുടുംബത്തിലായിരിക്കാം, എന്തെങ്കിലും ഒരു മുള്ളു കാണും. ഇപ്പൊ സിബിൻ പാസ്റ്ററൊക്കെ എത്ര വർഷമായിട്ട് മിനിസ്ട്രി ചെയ്യുന്നവരാ. അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ഓരോ ചലഞ്ചസ് ഓരോ സെക്കൻഡിൽ ചിലപ്പോൾ അവർക്ക് കയറി വരുന്നുണ്ടാവും. എന്തുകൊണ്ടെന്നറിയാമോ? ശുശ്രൂഷയിൽ നിൽക്കുന്നത് കൃപയാ. എനിക്കുണ്ട് ചലഞ്ചസ്, ഓരോ സെക്കൻഡിലും ഓരോന്നാ. ചില സമയത്ത് പെട്ടെന്ന് വരുമ്പോൾ കർത്താവ് ഇത് എന്താന്ന് ചോദിക്കും. അപ്പൊ കർത്താവ് പറയുന്ന ഒരു കാര്യം, മോനെ നെഗളം വരാതിരിക്കാൻ
ഉറപ്പാ. ചില ചില വേദനകൾ നെകളിക്കാതിരിക്കാനാ എന്നെ ദൈവം പഠിപ്പിച്ചതായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീടായി, വസ്തുവായി ദൈവം നമുക്ക് അനേക നന്മകൾ തന്നു. തലമുറകളൊക്കെ നല്ല പ്രാർത്ഥിച്ചതുപോലെ നല്ല വിദേശത്തൊക്കെ എത്തി, അവരൊക്കെ സെറ്റിലായി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ പോകുകയാ. എന്നാൽ കർത്താവ് പറയുക, അങ്ങനെ പോകുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ അറിയാതെ നിഗളം കയറി വന്നാൽ നിത്യതയിൽ എത്തത്തില്ല. കാരണം കർത്താവ് വന്നാൽ പോകാൻ പറ്റത്തില്ല. അതിന് കർത്താവ് ചെയ്യുന്നറിയോ? ചില രോഗം വരും. രോഗം വരുമ്പോൾ നമ്മൾ അപ്പ ഇത് എന്താ പറ്റിയത്? അപ്പയുമായിട്ട് ചേർന്നിരിക്കും, കർത്താവിന്റെ സന്നിധിയിലിരിക്കും. കർത്താവിന്റെ സന്നിധി ശുദ്ധീകരണം പ്രാപിക്കും. കർത്താവ് പറയും, എനിക്ക് നിന്നെ നിത്യത വേണം, അതിനാ ഞാൻ രക്തം തന്ന് നിന്നെ വീണ്ടെടുത്തത്. മനസ്സിലായോ? അതുകൊണ്ട് ചില രോഗങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാ. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്താണെന്നറിയാമോ? അപ്പാ എന്നെ ശുദ്ധീകരിക്കണം, എന്നെ ശുദ്ധീകരിക്കണം. ഈ രോഗം കൊണ്ട് അപ്പൻ എന്ത് ശുദ്ധീകരണമാണ് ആഗ്രഹിക്കുന്നത്, അത് എന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് പലരും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. അവർക്ക് ദൈവത്തോട് വെറുപ്പാ തോന്നുന്നത്. എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നെന്നാ? എന്നാൽ കർത്താവ് പറയാ, മോളെ മോനെ, നിന്നെ നിത്യതയിൽ എത്തിക്കണം എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. ഈ ജഡത്തിൽ പല രോഗങ്ങൾ വരുമ്പോൾ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ ചെന്നെത്തും. ഞാനുണ്ട്, എന്റെ ജീവിതത്തിൽ എന്ത് രോഗം വന്നാലും ഞാൻ ആദ്യം ചോദിക്കുന്നത്, അപ്പാ എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നാ. ഹല്ലേലൂയ. എന്റെ കുഞ്ഞു പ്രായത്തിൽ എന്റെ മമ്മി പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. കുഞ്ഞു പ്രായത്തിൽ 4 വയസ്സ് 5 വയസ്സൊക്കെ ഉള്ളപ്പോ പല്ലുവേദനയൊക്കെ വരുവാണെങ്കിൽ, വായിക്കത്ത് പല്ലുവേദനയോ അല്ലെങ്കിൽ ചെവി വേദനയൊക്കെ മമ്മി ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തറിയോ? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും വാഗൊണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. ചെവി വേദന വന്നാൽ ചോദിക്കും, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെവി കൊണ്ട് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതുകൊണ്ട് എന്താ പറയുക, ഇന്നും എനിക്കുന്നുണ്ട് എവിടെയെങ്കിലും തട്ടുമുട്ടോ അല്ലെങ്കിൽ ചെവിയൊക്കെ, കർത്താവേ ഞാൻ എന്തെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാതെ ഞാൻ കേട്ടോ, എന്നെ ശുദ്ധീകരിക്കണമേ. അപ്പൊ അതൊരു റിമൈൻഡർ ആയിട്ട്, അപ്പന്റെ സ്നേഹമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരു കൊച്ചടി, ഒന്ന് റിമൈൻഡ് ചെയ്യുക, മോളെ നോ, നീ പോകരുത് ആ വഴി. കാരണം നിന്റെ ശരീരം എന്ന് പറയുന്നത് ഞാൻ വസിക്കുന്ന മന്ദിരമാ. അതുകൊണ്ട് പാപം ചെയ്യരുതെന്നുള്ള ഒരു റിമൈൻഡറാ. ഈ ജഡത്തിനെ ജയിക്കുവാനുള്ള ഒരു റിമൈൻഡറാണ് ചില രോഗങ്ങൾ. ആകയാൽ ഇന്ന് എന്നെ കേൾക്കുന്ന രോഗികളായവരോട് ഞാൻ പറയും, കർത്താവിനോട് ചോദിക്കണം, അപ്പൊ അങ്ങയുടെ ഉദ്ദേശം എന്താന്ന് ചോദിക്കണം. അപ്പൊ ഈ രോഗം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ശുദ്ധീകരണമാണെങ്കിൽ ആ ശുദ്ധീകരണം എന്നിൽ നടക്കണം എന്ന് പ്രാർത്ഥിക്കുക. 2, രോഗശാന്തി ദൈവം തരുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ മേലാണ്. കർത്താവ് എന്തിനെന്നറിയോ? 2, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി. മനസ്സിലായോ? ചില രോഗങ്ങൾ ചിലരെ ദൈവം വിശ്വസിച്ച് അങ്ങ് കൊടുക്കുക. അങ്ങനെ കൊടുത്ത ഒരാളായി ഇയ്യോബ്. ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, ഇയ്യോബിന് ആ രോഗം വന്നു കഴിയുമ്പോൾ കർത്താവിന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കുന്നു? കർത്താവ് നല്ല കൂളായിട്ട് സ്വർഗത്തിൽ ഇരുന്നിട്ട് പറയും, എനിക്ക് ഉറപ്പുണ്ട് അവൻ ഈ പരീക്ഷ ജയിക്കും. നിങ്ങളെ നോക്കി എത്ര പേർ കർത്താവ് പറയൂ എന്ന് പറഞ്ഞേ? നിങ്ങളുടെ ഇപ്പൊ കടന്നു പോകുന്ന രോഗം അവൾ വിശ്വാസത്താൽ പിടിച്ചെടുക്കുമെന്ന് പറയുന്ന കർത്താവ് പറയുമെന്ന് ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? ചിലരെ കർത്താവ് വിശ്വാസത്തോടെ കൊടുക്കുക. എന്താണെന്നറിയോ? അവർ പുറത്തു വരുമ്പോൾ, ആ രോഗസൗഖ്യം കിട്ടി പുറത്തു വരുമ്പോൾ അതൊരു സാക്ഷ്യമായി പുറത്തു വരുമെന്ന് കർത്താവിന് ഉറപ്പുണ്ട്. മനസ്സിലായോ? ചുമ്മാ അങ്ങ് കർത്താവ് കൊടുക്കുമല്ലോ എല്ലാവർക്കും രോഗം. ചിലരെ കർത്താവ് വിശ്വസിച്ച് കൊടുക്കുക. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്റെ മമ്മിയാണ്. ചില കഷ്ടത വരുമ്പോൾ, ചിലത് സഹിക്കുമ്പം ഞാൻ ഓർത്തിട്ടുണ്ട്, കർത്താവെ എനിക്ക് തന്നെ സങ്കടം തോന്നിയിട്ടുണ്ട്. പല വേദനകൾ മമ്മി കടന്നു പോകുമ്പോൾ മമ്മി പറയും, ഇല്ല മോനെ, ഇതിനകത്ത് തികഞ്ഞു വരാൻ വേണ്ടി, കഷ്ടതയിൽ തികഞ്ഞവളായി പുറത്തു വരേണ്ടതിന് ഈ കഷ്ടത, കർത്താവെ ഇത് സഹിക്കാനുള്ള കൃപ തരണേന്ന് എന്റെ മമ്മി പ്രാർത്ഥിക്കാറുള്ളൂ. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, അത് കഴിഞ്ഞ് മമ്മി വിടുതൽ പ്രാപിച്ച് പുറത്തു വരുമ്പോൾ മമ്മി ഇത് അനേകരോട് സാക്ഷിയായിട്ട് പറയും, അവർക്കൊക്കെ വിടുതൽ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, അതൊരു മിനിസ്ട്രി ആയിട്ട് ഏറ്റെടുക്കണം. മനസ്സിലായോ? കർത്താവെ ഇന്ന് ഇയ്യോബിന്റെ പുസ്തകം എന്തുകൊണ്ട് ബൈബിളിലുണ്ട്? കാരണം ഇയ്യോബ് അതിനെ ജയിച്ചത് കൊണ്ടാണ്. ആകയാൽ രോഗശാന്തിയും ആരോഗ്യം തരും. ഒറ്റ കാര്യം, കർത്താവിനെ വിളിച്ചപേക്ഷിക്കും. കർത്താവെ ഉത്തരം തരാമെന്നാ പറഞ്ഞത്. പലരിപ്പോഴും നമ്മൾ പല ഉത്തരത്തിന് വേണ്ടി പലരുടെ അടുക്ക് പോകും. പക്ഷെ ഉത്തരത്തിന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കും. 2ാമത്തെ പോയിന്റ് 7ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പ്രവാസികളെ മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. പ്രവാസികളെ മടക്കി വരുത്തും. എന്തോ ഈ പ്രവാസികളെ മടക്കി വരുത്തുക എന്ന് പറയുന്നത്? നമ്മൾ അവിടെ ആദ്യം ചിന്തിക്കുന്നത് ഗൾഫിലും അവിടെയൊക്കെ കിടക്കുന്ന പ്രവാസികളായ ആൾക്കാരെ മടക്കി വരുത്തുന്ന, ഏകദേശം നമ്മൾ അങ്ങനെയൊക്കെ ഊഹിക്കുമെങ്കിലും ഇവിടെ എനിക്ക് പരിശുദ്ധാത്മാ തന്ന ദൂത് ഇതാണ്. ശത്രു അടക്കി വെച്ചതിനെ, ഒതുക്കി വെച്ച ചിലതിനെ പ്രവാസത്തിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ഇല്ലായ്മയാണ്. ശത്രു ചിലതിനെ ഒതുക്കി വെച്ചേക്കുകയാണ് ചില വീടുകളിൽ. മനസ്സിലാവുന്നുണ്ടോ? മുറിക്കുള്ളിൽ ഒതുക്കി വെച്ച ചിലത്. പരിശുദ്ധാത്മാ ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടപ്പോ എനിക്ക് ആ വാക്യം വന്നിട്ട് പറഞ്ഞു, ഇന്ന് എന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഡിവൈസിലുള്ള ചിലരുടെ വീടുകളിൽ ചില തലമുറകൾ മുറിക്കുള്ളിൽ പിശാച് ഒതുക്കി വെച്ചിട്ടുണ്ട്. പുറത്ത് പറയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. നമുക്കിന്ന് പുറത്തു പറയാൻ പേടിയാ. ആൾക്കാർ നമ്മളെ ജഡ്ജ് ചെയ്യും പെട്ടെന്ന്. ഞാൻ അങ്ങനെയുള്ള തലമുറകളായിട്ട് ഡീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉള്ളിൽ വീടിന്റെ അകത്ത് ഒതുക്കി വെച്ചേക്ക, പുറത്ത് വരത്തില്ല. പുറത്ത് വന്നാൽ ഭയങ്കര ദേഷ്യവും
അമ്മയും അപ്പനും ഒക്കെ ആയിട്ട് ഭയങ്കര കലിപ്പ. അവർക്ക് പിള്ളേർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് അവരോട് ദേഷ്യം വരും. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന്റെ മേഖല മനസ്സിലാക്കണം. ഇത് ശത്രു ഒതുക്കി വെച്ചേക്കുക അവരെ. കർത്താവ് പറയാം, നീ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് ഉത്തരം വരണം. എന്താണെന്നറിയോ? ആ തലമുറ ദൈവത്തിന് വിലപ്പെട്ടതാ. അതിനെ കർത്താവ് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഞാനിത് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പലരുടെ അനുഭവങ്ങൾ കേൾക്കുകയും കാണുകയും നേരിട്ടറിഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. അനേക കുഞ്ഞുങ്ങൾ ഇന്ന് കേരളത്തിലും അമേരിക്കയിലും വിവിധ രാജ്യങ്ങളിലും ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പിശാച് അവരുടെ മനസ്സിനെ കൈയടക്കി അവരെ മുറിക്കുള്ളിൽ കൊണ്ടുപോയി അവരെ കൊണ്ട് അവരുടെ ഹൃദയത്തിൽ പോലും അവർക്ക് ചെയ്യണ്ടെന്ന് തോന്നുന്ന പല കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ശത്രുവിന്റെ അടിമത്തത്തിനകത്താക്കി വെക്കുമ്പോൾ പുറത്ത് ഒരു മാതാവ് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാനുണ്ടെങ്കിൽ കർത്താവ് പറയാം, ഞാൻ നിനക്ക് ഒരു ഉത്തരം തരും. അത് നീ നിന്റെ തലമുറയെ കുറിച്ച് കരുതി ഉത്തരമല്ല, ആ തലമുറയെ കുറിച്ചുള്ള എന്റെ ഉത്തരം ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. ഞാൻ ഇത് പറയാൻ കാരണം എന്നറിയോ? പല മാതാക്കൾ എന്നെ വിളിക്കും പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റർ ഞാൻ എന്റെ കുഞ്ഞിനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകും. കൗൺസിലിങ്ങിന് ഞാൻ എതിരല്ല കേട്ടോ, ഞാൻ ഒരിക്കലും കൗൺസിലിങ്ങിന് എതിരല്ല. ചിലരുണ്ട് ഭർത്താക്കന്മാരെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നവരുണ്ട്, മദ്യപാനത്തിന് അടിമകളായവര്, മയക്കുമരുന്നിന് അടിമകളായവര്. ഞാനിത് പബ്ലിക്കായിട്ട് ഞാൻ തുറന്നു പറയുക, പലരും ഇത് പറയുന്നില്ല. പല വീടുകളിൽ ഇന്ന് മദ്യപാനികളുണ്ട്, വിശ്വാസികളായ മദ്യപാനികളുണ്ട്. മനസ്സിലായോ? തുറന്നു പറയുക. അനേക സഹോദരിമാർ എന്നെ വിളിക്കും, പറയും സിസ്റ്റർ പുറത്ത് പറയാൻ പറ്റത്തില്ല, എന്റെ ഭർത്താവ് കുടിക്കുന്നുണ്ട്. ഞാനതാ പറഞ്ഞത്, ഞാൻ വചന ശുശ്രൂഷിക്കും പറഞ്ഞത്, കർത്താവെ അങ്ങ് പറയുന്നത് ഞാൻ തുറന്നു പറയും. എങ്ങനെ ആൾക്കാർ ജഡ്ജ് ചെയ്താലും മൈൻഡ് ചെയ്യത്തില്ല ഒരാളല്ല ഞാൻ. കർത്താവ് പറഞ്ഞത് ഞാൻ തുറന്നു. നമ്മുടെ സമൂഹത്തിൽ ഇത് പ്രസംഗിക്കേണ്ടത്. മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതിനെങ്ങനെ ലഘൂകരിച്ചാലും ദൈവവചനത്തിന് ഒരു മാറ്റവുമില്ല. മനസ്സിലായോ? ദൈവവചനത്തിന് ഒരു മാറ്റവുമില്ല. നിങ്ങൾ തമാശക്കായിരിക്കാം, മറ്റുള്ളവരുടെ കൂടെ നിന്നപ്പോഴായിരിക്കാം, അറിയാതെയായിരിക്കാം, ജോക്കിനായിരിക്കും. ചിലർ പറയും തമാശയ്ക്ക് കുടിച്ചത്, അതൊരു സോഷ്യൽ ഡ്രിങ്കിങ്ങാ. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ വചനത്തിന് വ്യവസ്ഥയുണ്ട്. ഈ നിയമം തെറ്റിക്കാൻ ദൈവമക്കളായ നമുക്ക് അവകാശമില്ല. പുറമെ ചർച്ചയിൽ പോകുന്നുണ്ടാവാം, പുറമെ മാന്യരായിരിക്കാം, എന്നാൽ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിനും കണക്ക് കൊടുക്കേണ്ടി വരും. കർത്താവ് പറഞ്ഞു, ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും. ചില കുടുംബങ്ങളിൽ കിടന്ന് കളിക്കുന്ന പാപത്തിന്റെ പ്രവർത്തികളാണ് അത് തലമുറകളിലും അവരുടെ ശരീരങ്ങളിലും ശത്രു ബന്ധിക്കാൻ കാരണമായി തീരുന്നത്. അതുകൊണ്ട് പറയുക, പ്രവാസികളെ മടക്കി വരുത്തും. ഭർത്താക്കന്മാരെ ഓർത്ത് കരയുന്ന ഭാര്യമാരോട് ഞാൻ പറയുക, പ്രവാസികളെ മടക്കി നിങ്ങളുടെ കയ്യിൽ തരും. ശത്രു ഒതുക്കി വെച്ചതിനെ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് അഭിവൃദ്ധി വരുത്തുമെന്ന്. എന്ത് അഭിവൃദ്ധിയാ? ഞാൻ പറഞ്ഞില്ല, ഇവിടെ പറയുന്ന കോൺടെസ്റ്റ് പ്രവാസത്തിൽ പോയതാണെങ്കിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് നിങ്ങളുടെ അടുക്കിൽ നിന്ന് മാറ്റി, അതായത് ദൈവിക ഉദ്ദേശങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയി നശിപ്പിക്കുന്ന ചിലത്, കുടുംബജീവിതങ്ങളെ നശിപ്പിക്കുന്ന ചില പൈശാചിക ബന്ധനങ്ങളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരെ വേർപിരിക്കുന്ന ശത്രു, അല്ലെങ്കിൽ തലമുറകളെ മുറിക്കുള്ളിൽ അടക്കുന്ന ശത്രു. മനസ്സിലാവുന്നുണ്ട്? ബന്ധമില്ല, മക്കളും അമ്മയും അപ്പനുമായിട്ട് ബന്ധമില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധമില്ല. ഇങ്ങനെ പ്രവാസത്തിൽ കൊണ്ടുപോവാ, അവിടെ കൊണ്ട് നശിപ്പിക്കുവാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോ ദൈവജനമേ നമ്മൾ ഉണരണം. ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമോ, ഒരു വീട്ടിൽ ഒരമ്മ അല്ലെങ്കിൽ ഒരു അപ്പൻ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കാനുണ്ടെങ്കിൽ കർത്താവ് പറയാം, മോളെ എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരം തരാമെന്നാ പറഞ്ഞത്. പക്ഷെ അതിന് വില കൊടുക്കണം, വില കൊടുക്കണം. പണ്ടത്തെ പെന്തക്കോസ്ത് അമ്മച്ചിമാരോട് ചോദിച്ചാൽ പറയും, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ ഒരു ദൈവകൃപയാൽ എനിക്ക് അങ്ങനെ ഒരു ജനറേഷനെ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എന്റെ പപ്പാടെ അമ്മച്ചിയൊക്കെ പണ്ടത്തെ പെന്തക്കോസ്തുകാർ, അവർ ഈ അരിപ്രമ സഭയിലൊക്കെ ആയിരുന്നപ്പോൾ ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ അമ്മച്ചി പറയുമായിരുന്നു. അങ്ങനെ കേട്ടിട്ടുണ്ട്, വിശ്വാസത്തിന് പോയ ഭാര്യയെ എടുത്തിട്ട് തല്ലുന്ന ഭർത്താവ്. മനസ്സിലായോ? എന്റെ അമ്മച്ചി പറഞ്ഞൊരു സാക്ഷി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അരിപ്രമ്പിൽ ഒരു ചർച്ചിൽ ഒരു വിശ്വാസി സ്നാനപ്പെട്ടപ്പോൾ ഭാര്യ സ്നാനപ്പെട്ട് വന്നു, ചർച്ചിൽ കർത്തൃമേശയ്ക്ക് എടുത്ത് ആരാധന കഴിഞ്ഞപ്പോഴത്തേനാ കണ്ടുപിടിച്ച് ഭാര്യ പോയി സ്നാനപ്പെട്ടെന്ന്. ഹസ്ബൻഡ് ചർച്ചിന്റെ വാതിൽ തൊട്ട് വീട് വരെ അടിച്ചെന്ന്. മനസ്സിലായോ? ഹസ്ബൻഡ് ചർച്ചിന്റെ അവിടം തൊട്ട് വിളിച്ചുകൊണ്ട് കയ്യെ പിടിച്ച് വലിച്ചിറക്കിക്കൊണ്ട് വീട് വരെ അടിച്ചുകൊണ്ട് പോയി. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത്. അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, പോകുന്ന വഴി മുഴുവൻ പുള്ളിക്കാരി യേശുവിന്റെ രക്തത്താൽ ജയം, ഹല്ലേലൂയ, സ്തോത്രം, ഓരോ അടി കിട്ടുമ്പോൾ സ്തോത്രം പറഞ്ഞോണ്ടാ പോയത്. ഓരോ അടി കിട്ടുമ്പോൾ സ്തോത്രം പറഞ്ഞോണ്ട് പിന്നെ പറഞ്ഞു, ഇനി നീ ചർച്ചിൽ പോകരുന്ന് പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നു. പക്ഷെ പിറ്റേ വെള്ളിയാഴ്ച വീണ്ടും പ്രാർത്ഥനയ്ക്ക് വന്നു.
അന്നും വന്നടിച്ചു. ഈ ഓരോ വട്ടം അടി മാത്രമേ കിട്ടുന്നുള്ളൂ. പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ അമ്മച്ചിയോട് പറഞ്ഞ വാക്കാ. എന്റെ അമ്മച്ചിയുടെ പേര് ചിന്നമ്മേന്നാ. ചിന്നമ്മ കൊച്ചമ്മ ഓരോ അടി കിട്ടുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, എന്റെ കർത്താവ് ഇന്നലെ നാളെ ഈ ഭർത്താവിനെ ചർച്ചിന്റെ ഉള്ളിൽ കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ അടി ഓരോന്നും ഞാൻ കൊള്ളുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഒരു വില കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ ഒരു കുടുംബത്തെ മുഴുവൻ കർത്താവിന് വേണ്ടി നേടാൻ കഴിയും. അങ്ങനെയുള്ള ഭാര്യമാരുടെ കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ക്ഷമയില്ലാത്ത ഭാര്യമാരുടെ കാലമാണ്. എനിക്ക് പറ്റത്തില്ല ഈ ഭർത്താവിനെ എന്ന് പറയും. മനസ്സിലാകുന്നുണ്ടോ? അന്ന് വില കൊടുത്ത ഭാര്യമാരുണ്ടായിരുന്നു. അന്ന് ഭർത്താക്കന്മാർക്ക് വേണ്ടി കരയുന്ന ഭാര്യമാരുണ്ടായിരുന്നു, ഉപവസിക്കുന്ന ഭാര്യമാരുണ്ടായിരുന്നു. ഇന്ന് വില കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ശത്രു ഹൃദയങ്ങളെ മടുപ്പിക്കുക. ഞാനത് പബ്ലിക്കിൽ പറയുക. കാരണം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് കൊണ്ട് പറയുക. സിസ്റ്ററെ, എനിക്ക് മടുത്തു, എനിക്ക് ഈ ഭർത്താവായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. സിസ്റ്റർ ഉപവസിച്ച് പ്രാർത്ഥിക്കണം, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല സിസ്റ്റർ, എനിക്ക് മടുത്തു. കാരണം വില കൊടുക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാം സ്വാർത്ഥരായി പോയി ദൈവമക്കളെ. ഹല്ലേലൂയ. ഇതിനകത്ത് പണ്ടത്തെ അമ്മച്ചിമാരോടൊക്കെ ചോദിച്ചാൽ മതി, അവരൊക്കെ ഒത്തിരി അനുഭവസാക്ഷികൾ പറയാനുണ്ടാവും. അടി കിട്ടിയും ചവിട്ട് കിട്ടിയും പട്ടിണി കിടന്നും കുടുംബങ്ങളെയും തലമുറകളെയും നേടിയ അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും കൊച്ചുമക്കളായി നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ? എനിക്ക് ദൈവസന്നിധിയിൽ അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ ചെയ്താലേ എനിക്ക് ചിലത് കിട്ടത്തുള്ളൂ. കർത്താവ് പറയുക, ഞാൻ തരാം ഉത്തരം. പക്ഷെ അത് എന്ത് ഉത്തരവാണെന്നറിയാമോ? കുടുംബത്തെ മൊത്തം ശരിയാക്കി കർത്താവ് കൈ തരും. നമ്മൾ ശരിയാക്കിയാൽ ഒരാളെ ചിലപ്പോൾ ശരിയാക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ചില വീടുകളിൽ തലമുറകളെയാ പിശാച് കൊണ്ടുപോകുന്നത്. ആ തലമുറയെ കൊണ്ടുപോകുമ്പോൾ അമ്മ ഇരിക്കും ഉപവസിക്കാൻ, അമ്മ ഇരിക്കുമ്പോൾ അപ്പനും ഇരിക്കും ഉപവസിക്കാൻ. കുറച്ച് കഴിയുമ്പോൾ അമ്മയും അപ്പനും ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ തലമുറ പുറത്തു വരും. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ടെസ്റ്റിമണി ഉള്ളത് കൊണ്ട് ഞാൻ പറയുക. ഒരു കുഞ്ഞ് ഒരു 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 പൈതലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കണ്ട, ആ കുഞ്ഞ് വീടിന് റൂമിനകത്തിരിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് ആ കുഞ്ഞ് പുറത്തു വന്ന് ഞാൻ കണ്ടു. ഇന്ന് അവർ കുടുംബമായിട്ട് കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്നാ, ഒരാളും അകത്ത് കയറിയതാ, പക്ഷെ പുറത്ത് കരയാനും പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി വില കൊടുക്കാനും നമ്മൾ തയ്യാറായാലുണ്ടല്ലോ, അനേക തലമുറകൾ പുറത്തു വരും. ഇന്ന് അനേകർക്ക് അതിന് സമയമില്ല. അതുകൊണ്ട് ഞാൻ പറയാം, പ്രവാസികളെ മടക്കി ദൈവം വരുത്തും. നമ്മൾ കൊടുക്കേണ്ട വില എന്താണെന്നറിയോ? കണ്ണുനീരോടുകൂടെ നിങ്ങളുടെ മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥനാ മുറി കയറി കഥ കടച്ചിട്ട് അപ്പനോട് കരഞ്ഞിട്ട് പറയണം, അപ്പാ, അങ്ങ് തരുന്ന ഉത്തരം എനിക്ക് മതി, പക്ഷെ എന്റെ തലമുറയെ അങ്ങ് എനിക്ക് മടക്കി തരണം. ഭർത്താവിനെ മടക്കി തരണം. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാര് മടങ്ങി വരിക തന്നെ ചെയ്യും. ഞാൻ ആത്മാവിൽ ദൂത് പറയുക, പരിശുദ്ധാത്മാവിൽ ഭർത്താക്കന്മാരെ ഓർത്ത് കരയുന്ന ഓരോ ഭാര്യമാരോട് പറയുക, വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ കർത്താവ് പറയുക, ഞാൻ നിനക്ക് ഉത്തരം തരാം. ഇതുവരെ കണ്ട ഒരു ഭർത്താവായിട്ടല്ല, മാനസാന്തരപ്പെടുത്തി രൂപാന്തരം വരുത്തി ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ആത്മസന്തോഷം, ആത്മാവിന്റെ സന്തോഷം കുടുംബ ജീവിതത്തിൽ പകർന്ന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതമാക്കി നിങ്ങൾക്ക് ദൈവം അതിന്റെ ഉത്തരം തരും. പകരം നിങ്ങൾ ഇനി എന്തൊക്കെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയാലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്തിടത്തോളം രൂപാന്തരം വരത്തില്ല. അടുത്തത് ഞാൻ പെട്ടെന്ന് പോകുകയാണ്. മൂന്നാമത്, അതിന്റെ 8 മുതൽ വായിക്കാം. അവർ എന്നോട് പിഴച്ചതായ സകല അകൃത്യത്തെയും ഞാൻ നീക്കി അവരെ ശുദ്ധീകരിക്കുകയും അവർ പാപം ചെയ്തത് എന്നോട് ദ്രോഹിച്ചതുമായ സകല അകൃത്യങ്ങളെ മോചിക്കുകയും ചെയ്യും. എന്തുവാണ് അതിന്റെ അർത്ഥം? നിങ്ങളുടെ കുടുംബങ്ങളിൽ വന്നുപോയ അകൃത്യങ്ങളും പാപങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറയാൻ തയ്യാറായ അപ്പ പറയുക, ഞാൻ നിങ്ങളെ മോചിപ്പിക്കും പാപത്തിൽ നിന്ന്. പാപബോധം വരുത്തൂന്ന് ചിലർ പ്രാർത്ഥിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സിസ്റ്റർ, എന്റെ കുടുംബത്തിൽ ഒരു പാപബോധം വന്നിരുന്നെങ്കിൽ. കാരണം അത്രയ്ക്ക് പാപത്തിനകത്ത് കിടക്കുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവ് പറയും, എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ പാപബോധം വരുത്താം. ചിലരെ കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കും. എന്നോട് ചിലർ പറയാനുണ്ട്, സിസ്റ്റർ ഒന്ന് സംസാരിക്കാവോ അവരോട്? ഞാൻ പറയും, സിസ്റ്റർ സംസാരിച്ചാൽ ഒന്നും നടക്കത്തില്ല, 100% എനിക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചാലോ? പരിശുദ്ധാത്മാവ് രാത്രി യാമങ്ങളിൽ സ്വപ്നങ്ങളിൽ കൂടെ ഇടപെട്ടവരെ എനിക്കറിയാം. അമ്മമാരിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ എന്നോട് ഒരു ടെസ്റ്റിമണി പറഞ്ഞു. മോന് ഒട്ടുമിണ്ടത്തിൽ അമ്മയോട്, വർഷങ്ങളായി അമ്മയോട് മിണ്ടിയിട്ട്, എന്നാൽ ഈ അമ്മ എന്നും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്നോട് പറഞ്ഞു. എല്ലാ ദിവസവും അവന്റെ മുറിയുടെ വാതിൽക്കൽ ചെന്നിരുന്നിട്ട് 91-ാം സങ്കീർത്തനവും 18-ാം സങ്കീർത്തനവും അവിടെ ഇരുന്ന് ഉറക്ക വായിക്കും. ചിലപ്പോ വന്ന് കഥക് തുറന്നിട്ട് അമ്മയെ തെറി വിളിക്കും, പറയും, നിർത്തുന്നുണ്ടോ, എനിക്കിത് കേൾക്കുമ്പോൾ അകത്ത് ഉറങ്ങാൻ പറ്റത്തില്ല. അമ്മ പതുക്കെ വായിക്കാൻ തുടങ്ങി. പതുക്കെ വായിക്കുമ്പോഴും അവൻ പറയുക, ചെവി പൊട്ടിപ്പോകുന്നെന്ന്. അമ്മ പറയുന്നത്, ഞാൻ ഉറക്ക വായിച്ചില്ലല്ലോ. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി, ഹല്ലേലൂയ, ദൈവവചനം, ഹല്ലേലൂയ, അത്
പാറയിടിക്കുന്ന ചുറ്റികയെ പോലെയാ. ഹല്ലേലൂയ. ദൈവവചനം അപ്പുറത്തെ മുറിയിലിരുന്നായിരിക്കും നീ പറയുന്നത്, എന്നാൽ അത് ചെവിയെ തുളച്ച് അവരുടെ ഹൃദയങ്ങൾക്കകത്ത് രൂപാന്തരം വരുത്തും. ആന്റി പറഞ്ഞ ടെസ്റ്റിമണി ഇങ്ങനെയാണ്. 3 മാസത്തോളം ആ അമ്മയോട് ഒട്ടും വർഷങ്ങളായി മിണ്ടത്തില്ല, 3 മാസമായിട്ട് ഒട്ടും മിണ്ടത്തില്ല. അങ്ങനെ ഇരുന്ന ആ മോന് ഹല്ലേലൂയ വചനം പറയാൻ, ഞാൻ ആന്റിയോട് പറയുമായിരുന്നു, ഇന്നും ആന്റി 18-ാം സങ്കീർത്തനം വായിക്കണം. നീ എന്റെ ദൈവത്തെ കത്തിക്കും, നീ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, നിന്നാൽ ഞാൻ പടക്കൂടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും. ഇപ്പൊ മുമ്പിൽ വെച്ചിരിക്കുന്ന മതിൽ എന്താണെന്നറിയോ? ഒരു വലിയ മതിലാ. മോനപ്പറയും അമ്മ ഇപ്പറയും. എന്നാൽ അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുത്ത വചനം ഇതാണ്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞത്, നിന്നാൽ ഞാൻ പടക്കൂടുന്ന നേരെ പാഞ്ഞ എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. അതായത് എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഞങ്ങളുടെ ബന്ധങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ഈ മതിലുണ്ടല്ലോ, ഇതിനെ ഞാൻ ചാടിക്കടക്കും. അതിനെ വെറുതെ ചാടാൻ പറ്റത്തില്ല, പകരം വചനം എന്ന ചുറ്റിക കൊണ്ട് ആ മതിലിനെ ഓരോ വാക്യം കൊണ്ട് തകർക്കുന്നതായിരിക്കണം. ആന്റി വിശ്വാസത്തോടെ അത് ഏറ്റെടുത്ത്. ആന്റി പറഞ്ഞൊരു കാര്യം, ഒരു ദിവസം രാവിലെ വെളുപ്പിന് 5:30 മോൻ വന്ന് കതകെ കൊട്ടിയിട്ട് അമ്മ എന്ന് കതക് തുറന്നപ്പോ കെട്ടിപ്പിടിച്ചിട്ട് പറയുക, അമ്മ ഇന്നലെ രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു, ഞാൻ മരിച്ചു പോകുക. അല്ലെങ്കിൽ ഞാനൊരു അഗാധത്തിലേക്ക് പോയി, അവിടെ ഞാൻ ഒറ്റയ്ക്കാ. ഞാൻ നോക്കിയപ്പോ എന്റെ അമ്മ അവിടെ ഇല്ല. ഞാൻ പേടിച്ചു പോയമ്മ. ഇതെന്തോ ഒരു അനുഭവം. അവിടുന്ന് ഒരു ശബ്ദം എന്നോട് പറഞ്ഞു, നീ അമ്മയുടെ അടുക്കലേക്ക് ഓടിപ്പോകാൻ. ആ ഒരു ശബ്ദം ആ മകനെ മാനസാന്തരപ്പെടുത്തിയെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമോ? കിട്ടും. പകരം നമ്മൾ കുറെ കാര്യങ്ങൾ മാനുഷികമായി ചെയ്താൽ, മറ്റുള്ളവരോട് പറഞ്ഞാൽ, നിങ്ങളുടെ മക്കളുടെ വേവലാതികൾ മുഴുവൻ നിങ്ങൾ ആരോടൊക്കെ പറഞ്ഞാലും അവർക്ക് ഉത്തരം തരാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് പറയും, എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരം അരുളാം. ദൈവമക്കളെ, ചിലപ്പോൾ 2 മണിക്കും 3 മണിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പാസ്റ്ററെ വിളിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, ആരെയും വിളിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ കർത്താവ് പറയാ, എന്നെ വിളിച്ചപേക്ഷിക്ക്. എന്റെ കണക്ഷൻ എപ്പോഴും ഓൺലൈനിലുണ്ട്. കർത്താവ് ഒരിക്കലും ബിസി അല്ല. കർത്താവ് ഒരിക്കലും കോൾ ലേറ്റ് എന്ന് പറയത്തില്ല. കർത്താവ് ഒരിക്കലും പിന്നെ വിളിക്കാൻ പറയത്തില്ല. കർത്താവ് പറയും, ഇപ്പൊ വേണം ഉത്തരം തരാം. പക്ഷെ ചില ഉത്തരം കർത്താവ് എന്തിനാണെന്നറിയോ? ബ്രാക്കറ്റ് പീരീഡ് വെക്കുന്നത്, ചിലതിന് സമയം വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഒറ്റയടിക്ക് അങ്ങോട്ട് തന്നാൽ അതിന്റെ മഹത്വം ചിലർക്ക് മനസ്സിലാവത്തില്ല. എന്നാൽ ചില സമയങ്ങൾ നമ്മൾ സമയമെടുത്ത് അത് ക്ഷമയോടുകൂടെ കാത്തിരിക്കുമ്പോൾ, ക്ഷമയോടെ കാത്തിരുന്ന് കിട്ടുന്ന മറുപടിക്ക് അത് അത്ര ശ്രേഷ്ഠതയുള്ള മറുപടിയാണ്. ഹല്ലേലൂയ. അടുത്തത് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. 4-ാമത്തെ വാക്യം, സകല ഭൂജാതികളുടെ മുമ്പാകെ അതെനിക്ക് ആനന്ദനാമം പ്രശംസയും മഹത്വവുമായിരിക്കും. ദൈവം തരുന്ന ഉത്തരത്തിന്റെ പ്രത്യേകത. അടുത്തത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന നന്മയെക്കുറിച്ച് അവിടെ പറഞ്ഞ എല്ലാ നന്മയെക്കുറിച്ച് കേൾക്കുന്ന സകല ഭൂജാതികളുടെയും മുമ്പാകെ അതും എനിക്ക് ആനന്ദവും മഹത്വമായി തീരും. ഇപ്പൊ ചില വിടുതലുകൾ നമ്മുടെ ലൈഫിൽ നടന്നു കഴിയുമ്പോണ്ടല്ലോ, പലരും അതിനെക്കുറിച്ച് കേട്ട് കഴിയുമ്പോണ്ടല്ലോ, അത് ദൈവത്തിനും മഹത്വവും ആനന്ദവുമായി തീരും. ദൈവം തരുന്ന ഉത്തരം കണ്ടോ? അപ്പൊ ഇന്ന് ഞാനിത് ഈ വാക്യം എന്നോട് ഇടപെട്ടപ്പോ പറഞ്ഞൊരു കാര്യം ഞാൻ പറയുക. എന്തോ ഈ ആനന്ദവും മഹത്വമാണെന്ന് പറയാൻ കാരണം, ഇന്ന് ആനന്ദം നഷ്ടപ്പെട്ട് ചിലപ്പം പേരുദോഷം കേട്ട് നിന്ന കേട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അപമാനം പേറി നിൽക്കുന്ന ചിലരോട് പറയുക, എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ ഉത്തരം തരാം. ഇന്ന് നീ തല കുനിഞ്ഞപ്പെട്ടവളായിട്ടായിരിക്കാം അനേകരുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് പലരും നിനക്ക് അപവാദം പറയുന്നുണ്ടാവാം. ഇന്ന് പലരും നിന്നെ നോക്കി പരിഹസിക്കുന്നുണ്ടാവാം. സഹോദരി, പരിശുദ്ധാത്മ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുക, നിങ്ങളുടെ കണ്ണുനീരുണ്ടല്ലോ, പലരും നോക്കി പറഞ്ഞ അപമാനങ്ങളുണ്ടല്ലോ, അപവാദങ്ങളുണ്ടല്ലോ, ചെയ്യാത്തത് ഓരോന്നും കുറ്റം ചുമത്തി പറയുമ്പോൾ അകത്ത് വേദനപ്പെട്ട് നുറുങ്ങി കരയുന്ന ചിലരോട് പരിശുദ്ധാത്മ പറയാ, നാളെ ഞാൻ നിനക്ക് ഉത്തരം തരുമ്പോൾ അത് അനേകരുടെ മുമ്പിൽ അതൊരു ആനന്ദവും പ്രശംസയും മഹത്വമാക്കി നിങ്ങളെ മാറ്റും. പ്രശംസയാക്കി മാറ്റുമെന്ന്. ഹല്ലേലൂയ. ഞാനിത് പറയുന്ന എന്റെ അനുഭവത്തിൽ നിന്ന്, ദൈവമക്കളെ, എന്റെ അനുഭവത്തിൽ നിന്ന്. നിങ്ങൾ വേറെ ആരെ നോക്കണം, എന്നെ നോക്കിയാൽ മതി. ഞാൻ പറയുന്നതാ, എന്റെ ജീവിതത്തിൽ ഞങ്ങൾ ഒത്തിരി അപമാനിക്കപ്പെട്ടവരാണ്. ഒരുപാട് അപമാനങ്ങൾ ഞങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്റെ മമ്മി പ്രത്യേകിച്ച് ഒരു വിശ്വാസത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് കൊണ്ട് തന്നെ ഞങ്ങളെ ഒരുപാട് പേര്, ഞാൻ പറഞ്ഞില്ല, എന്റെ മമ്മിയുടെ മുഖത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിന്റെ മക്കള് 4 പെൺപിള്ളാരാ, വീടില്ല, വസ്തുവില്ല, ഒന്നുമില്ല, ഈ കർത്താവിന് വേണ്ടി 4 പെൺപിള്ളാരെ എങ്ങനെയുണ്ട്, നിങ്ങൾ എങ്ങോട്ട് ഇറങ്ങി പോകും? വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ നടു റോഡിലോട്ട് ഇറങ്ങണം. നിന്റെ മക്കൾക്ക് നല്ലൊരു കല്യാണാലോചന വരുമോ? മനസ്സിലായോ? ഒരു കൂലി വേലക്കാരനെങ്കിലും നിന്റെ മക്കളെ വന്ന് കെട്ടിക്കൊണ്ട് പോകും. അതിനുള്ള എന്ത് യോഗ്യതയുള്ള, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ആന്റി ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ കഴുത്തേലും കാതേലും എന്തെങ്കിലും ഇട്ടുകൊണ്ട് നടക്കും. ഒന്നാമതെ മെലിഞ്ഞായിരിക്കുന്നേ. മനസ്സിലാവുന്നുണ്ടോ? എന്നോട് പറഞ്ഞ വാക്കിങ്ങനെ, ഒന്നാമതെ മെലിഞ്ഞായിരിക്കുന്നേ, ഭക്ഷണവും ചോന് കഴിക്കുന്നില്ല, കഴുത്തേലും കാതേലെങ്കിലും എന്തെങ്കിലും ഇട്ടുകൊണ്ട് നടക്കും. വല്ല ചെറുക്കന്മാർക്ക് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകണമെങ്കിൽ ചെലവില്ലാതെ കല്യാണം നടക്കുമല്ലോ. തമാശക്ക് പറഞ്ഞതാ.
പക്ഷെ അതൊക്കെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ മുറിവുകളായി പലപ്പോഴും കേറിയപ്പോൾ കർത്താവ് അന്ന് എഴുതിയിട്ട ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അല്ലാതെ മാനുഷികമായ ആരുടെയും മുമ്പിൽ പോയി തലകുനിക്കാൻ ദൈവം അനുവദിച്ചില്ല. ദൈവസന്നിധിയിൽ ഇരുന്നു. അപ്പ ഉത്തരം തരണമെന്ന് പറഞ്ഞു. ഏറ്റവും മാന്യമായ ഉത്തരം, ഏറ്റവും ശ്രേഷ്ഠകരമായ ഉത്തരം, ഞങ്ങൾ ചിന്തിക്കാത്ത ഉത്തരങ്ങൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടെത്തന്ന ദൈവമക്കളെ. ഹല്ലേലൂയ. എന്റെ രണ്ടാമത്തെ അനിയത്തിയുടെ കല്യാണം വന്നപ്പോഴും ഞാൻ ഓർത്തു, എന്റെ കല്യാണം കഴിഞ്ഞു, ദൈവസന്നിധി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ രണ്ടാമത്തെ അനിയത്തിയുടെ കല്യാണാലോചന വന്നപ്പോഴും ഞാൻ ഓർത്ത്, കർത്താവേ ഇനി ആരാ? അപ്പോഴും പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിക്കാതെ ഒരു തീരുമാനവും ഞങ്ങളുടെ ജീവിതത്തിൽ എടുക്കത്തില്ല. ഒരു നല്ല കല്യാണാലോചന വന്നിട്ട് ഓക്കെ അതങ്ങ് നടത്തിയേക്കാം, നല്ല കുടുംബം, നല്ല മഹിമ. മമ്മി ഒരിക്കലും അതിന്, പപ്പായും മമ്മി അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾക്കാരല്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയാം, എന്റെ ഈ കല്യാണത്തിന് മുമ്പ് ഒത്തിരി അമേരിക്കൻ കല്യാണാലോചനകൾ വന്ന ഞങ്ങൾ മാറ്റിവിട്ടതാ. ദൈവഗീത അല്ലാത്തവനെ എല്ലാം മാറ്റിവിട്ടതാ. എന്നാൽ ദൈവം പറഞ്ഞ ആലോചനയുടെ മുമ്പ് ഇന്നോട്ട് അതിന്റെ മഹത്വം കാണാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, വിവാഹത്തിന് വേണ്ടി ഏത് മാതാപിതാക്കൾ തലമുറകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കണം. അപ്പാ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന്. അതിന്റെ അർത്ഥം കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ നല്ല കുടുംബജീവിതം, നല്ല ഭർത്താവെന്നല്ല. അത് ഞാനൊരു ആലോചന പറയുക. കാരണം അങ്ങനെയുള്ള ഒരുപാട് മാതാക്കൾ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ അതിനും കൂടെ ഉള്ള ഒരു ഉത്തരം ഞാൻ ഇതിനകത്ത് പറയുക. ഇവിടെ പറഞ്ഞാൽ പ്രശംസയും മഹത്വമൊക്കെയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ചില കല്യാണങ്ങൾ നടന്ന് ദൈവഹിതമാണെന്ന് പറയുന്നവരോട് എന്നെ വിളിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ ദൈവാലോചന വ്യക്തമായി കേട്ട് നടത്തിയ കല്യാണമാണ്, പക്ഷെ ചെറുക്കൻ ഉദ്ദേശിച്ചതുപോലെ ആത്മീകനല്ലെന്ന് പറഞ്ഞു. മനസ്സിലായോ? ചെറുക്കൻ ഉദ്ദേശിച്ചതുപോലെ ആത്മീകനല്ല. ഉത്തരം ഇതാ, എന്നെ ദൈവം പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുക. എന്താണ് അതിന്റെ ഉത്തരം? ആത്മീകനല്ല. അപ്പൊ പെർഫെക്റ്റ് മാച്ചാണോ ദൈവം കൊണ്ടുവരുന്നത്? ദൈവം തരുന്ന ഉത്തരം, ഞാൻ അതിന് പറയുന്ന ഉത്തരം എന്താണെന്നറിയോ? നിങ്ങളുടെ ആദ്യത്തെ ശുശ്രൂഷ. നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യം, പല ദേവദാസന്മാരും പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, വചനം പറഞ്ഞു കഴിയുമ്പോൾ ചോദിക്കും, നിങ്ങൾ ഒരാത്മാവിനെങ്കിലും കർത്താവിന് വേണ്ടി നേടിയോ? ചോദിച്ചിട്ടുണ്ടോ? സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലമുണ്ട്. ഇന്ന് പലരും പുറത്ത് ആത്മാവിനെ നേടാൻ നടക്കുക, വീട്ടിൽ നിന്ന് ഒറ്റ എണ്ണത്തെ നേടിയിട്ടില്ല. പെന്തിക്കോസ് ജനിച്ചു വളർന്ന ചെറുക്കനായിരിക്കാം, രക്ഷിക്കപ്പെട്ടതായിരിക്കാം, സ്നാനപ്പെട്ടതായിരിക്കാം. എന്നാൽ യഥാർത്ഥ മാനസാന്തരം നടക്കാത്ത കുഞ്ഞുങ്ങളുമായി കല്യാണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഓരോ അമ്മമാരോടും പറയാ, നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളോട് പറയേണ്ടത് എന്താണെന്നറിയാമോ? മക്കളെ ഡിവോഴ്സ് ചെയ്ത് വീട്ടിൽ വരാനല്ല പറയേണ്ടത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഏതെങ്കിലും മാതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാ, ഒരിക്കലും അങ്ങനത്തെ അഡ്വൈസസ് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കരുത്. പകരം അവരോട് പറയണം, മക്കളെ നിന്റെ ഭർത്താവിന് വേണ്ടി മോൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. മനസ്സിലായോ? ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറയണം. കാരണം ഞാൻ പറയാം, അങ്ങനെ നടക്കുന്ന അനേക അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ അതിന്റെ ടെസ്റ്റ് മണി പറയാനുള്ളത് കൊണ്ട് ഞാൻ പറയുക, ദൈവമക്കളെ ഞാൻ പറയാം, പെൺകുഞ്ഞുങ്ങൾ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാനും അവര് ദൈവവുമായിട്ട് അടുക്കാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന മുഖാന്തരമായി കുടുംബജീവിതം. ഈ കുടുംബജീവിതത്തെ കുറിച്ച് കൂടെ ആയിരിക്കും അവര് നന്നാവുന്നത്. അനേക പെൺകുഞ്ഞുങ്ങളെ എനിക്കറിയാം, അപ്പന്റെ അമ്മയുടെ കൂടെ നല്ല സൂപ്പറായിട്ട് ജീവിച്ച കുഞ്ഞുങ്ങളാണ്. എന്നാൽ കുടുംബജീവിതത്തിലോട്ട് കയറിയപ്പോഴാണ് പ്രശ്നങ്ങൾ വന്നത്, പ്രതികൂലങ്ങൾ വന്നത്, പ്രതിസന്ധികൾ വന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി ഇപ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥമായി ദൈവവുമായിട്ട് അടുക്കാൻ തുടങ്ങിയതെന്ന്. മനസ്സിലായോ? ദൈവവുമായിട്ട് അടുക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ അനുഭവം പറയാം, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്റെ ഹസ്ബൻഡ് നല്ലൊരു ഹസ്ബൻഡാണ്. മനസ്സിലായോ? നല്ലൊരു ഹസ്ബൻഡാ. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും പ്രശ്നം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്നപ്പം. അച്ചാച്ചൻ ഇവിടെ വളർന്നതായിട്ട് അച്ചാച്ചൻ തനി അമേരിക്കൻ രീതിയും ഞാൻ തനി നാടൻ രീതിയും. മനസ്സിലായോ? അപ്പം രണ്ടും കൂടെ ചേർന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ തനി നാടനും എന്റെ അച്ചാച്ചൻ തനി അമേരിക്കനും. അപ്പൊ വരുമ്പം ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞാൻ ജീവിച്ച രീതി അല്ല അച്ചാച്ചന്റെ ജീവിത ശൈലി. ഇവിടെ വളർന്നതിൻ്റെതായ ഒരിതുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർ കൊണ്ട് പൊരുത്തപ്പെടും. അപ്പൊ ഭയങ്കര പ്രശ്നമാണ്. എനിക്കത് ഭയങ്കര പ്രഷറായിട്ട് തോന്നുക. പക്ഷെ നല്ലൊരു ഹസ്ബൻഡോ, നല്ല സ്വഭാവം, അങ്ങനെ ഒരു കുഴപ്പമില്ല. ഒരു വാക്കോട് പോലും വേദനിപ്പിക്കത്തില്ല. പക്ഷെ നമ്മുടെ മനസ്സിനകത്തത് വിമിഷ്ടമായി കയറി വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര, അപ്പൊ ഞാൻ ഒരു ദിവസം ദൈവസന്നിധിയിൽ പോയിരുന്നു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവ് എന്റെ ഹസ്ബൻഡിനെ ഒന്ന് മാറ്റി താപ്പ എന്ന് വെച്ചാൽ മാനസാന്തരപ്പെടുത്തി. ഞാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന എന്താ നിങ്ങൾക്ക് അറിയാമല്ലോ. കർത്താവ് എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആവണം, എന്റെ അച്ഛനെ ഇങ്ങനെ ആക്കി തരാമോ, എന്റെ അച്ഛനെ അങ്ങനെ ആക്കി തരാമോ, എന്നാലേ ഞങ്ങൾക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാം കർത്താവിനോട് അങ്ങ് പരാതി പറയാൻ തുടങ്ങി. ഒരു ദിവസം 2-3 ദിവസമായിട്ട് കർത്താവ് ഉത്തരവും തരാതെ വന്നപ്പോൾ ഞാൻ കർത്താവിനോട് ചപ്പ എന്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കുന്നില്ലേ, അങ്ങല്ലേ പറഞ്ഞ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നു. പക്ഷെ എനിക്കുള്ള പാഷൻ ഒന്നും എന്റെ ഹസ്ബൻഡിൽ ഞാൻ കാണുന്നില്ല. എന്താ വെച്ചാൽ ജോലിക്ക് പോകുന്നു വരുന്നു, നോർമൽ ഒരു രീതിയാണ്. പക്ഷെ ഞാനെന്ന് പറഞ്ഞ എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഞാനും അന്ന് റെഡി ആയിട്ടില്ല. പക്ഷെ കർത്താവ് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ അവനെ അല്ല ഞാൻ മാറ്റാൻ പോകുന്നത്, നിന്നെയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് എന്താ കുഴപ്പം, നമുക്കൊക്കെ ആ കുഴപ്പമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ചില ആന്റിമാർ എന്നോട് പ്രാർത്ഥിക്കാൻ, ഭർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ പറയും, പ്രാർത്ഥിക്കും പരിശുദ്ധാത്മ പറയും, അങ്കിളല്ല മാനസാന്തരപ്പെടേണ്ട, ആന്റി ആദ്യം മാനസാന്തരപ്പെടേണ്ടെന്ന് പറയും. ഞാൻ പറയുമ്പോൾ തന്നെ ആന്റിമാർക്ക് ചിലർക്ക് വിഷമം വരാറുണ്ട്. അവർ ഫോൺ കട്ട് ചെയ്യും പെട്ടെന്ന്. ഓക്കെ മോളെ ധൃതിയാന്ന് പറയും. പക്ഷെ ഉള്ള കാര്യം ഞാൻ ഉള്ളതുപോലെ പറയണമല്ലോ. ചിലയിടത്ത് ആന്റിമാരാ മാനസാന്തരപ്പെടേണ്ടത്. എന്റെ ജീവിതത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞു. എന്റെ ലൈഫിൽ എന്നോട് കർത്താവ് മാനസാന്തരപ്പെടാൻ പറഞ്ഞത്.
എന്നെ മാനസാന്തരപ്പെടുത്താൻ കാരണങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി അത് തുറന്ന് ഈ കോമ്പസ് മിനിസ്ട്രി വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എന്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ എന്റെ ഹസ്ബൻഡിന് ഒത്തിരി കുറവുകൾ കാണുക. എന്റെ വിചാരം ഞാൻ പെർഫെക്റ്റ്, എന്റെ ഹസ്ബൻഡ് പോരാന്ന. എന്നാൽ കർത്താവിന്റെ കണ്ണിൽ കൂടെ എന്നെ നോക്കിയപ്പോൾ എന്നിൽ കുറവുണ്ടെന്ന് ആ കുറവ് കൊണ്ടാണ് ഞാൻ അച്ഛനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, നീ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞ് എനിക്കൊരു ലിസ്റ്റ് തന്നു മാനസാന്തരപ്പെടാൻ. ഞാൻ നോക്കിയപ്പോൾ എന്റെ ഹസ്ബൻഡ് എന്നേക്കാൾ 100 മടങ്ങ് ബെസ്റ്റ് ആയിട്ട് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. തുറന്ന് പറയുന്ന കാര്യം. എന്റെ ഹസ്ബൻഡ് ഇന്നും ഇവിടെ ഉണ്ട്. ചോദിച്ചാൽ അവര് സത്യസന്ധമായിട്ട് മറുപടി പറയും. എന്റെ ജീവിതത്തെ കർത്താവ് മാറ്റി. അങ്ങനെ മാറ്റിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ആയിട്ടില്ലായിരുന്നു. എന്റെ വിചാരം ഞാൻ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ആളാന്ന, പക്ഷെ അല്ലായിരുന്നു. ആ സമയങ്ങളിലാണ് എന്നെ കർത്താവ് മാനസാന്തരപ്പെടുത്തിയത്. എന്റെ ഉള്ളിൽ കിടന്ന കുറെ പാപങ്ങൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അതിലൊരു പാപം ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളതാ, അൺഫോർഗീവ്നെസ്, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ഓർത്ത ഞാൻ എല്ലാവർക്കും ക്ഷമ കൊടുത്തുന്ന, പക്ഷെ ഞാൻ ക്ഷമ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അത് ഇന്നും മനസ്സിൽ ഓർമ്മ വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, ഇല്ല മോളെ, നീ ക്ഷമ കൊടുത്തിട്ടില്ല, നീ ക്ഷമിക്കണം, പൂർണ്ണമായിട്ട് ക്ഷമിക്കണം. അങ്ങനെ കർത്താവ് എന്നെ ഓരോ ദിവസം പണിയാൻ തുടങ്ങി. അതെങ്ങനെ പണിതു? ഉപവസിപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങി. ഇരുന്നപ്പോൾ ഓരോ ദിവസവും ഓരോ അഴുക്കുകൾ പുറത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസം കഴുകി കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡ്, ഞാൻ പറയുന്നു ഞാൻ മാറിയെന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോ എന്റെ ഹസ്ബൻഡ് മാറിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇന്നും എന്റെ ഹസ്ബൻഡ് ഞാൻ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമായി കർത്താവിന്റെ ഉത്തരം ഞാൻ പറഞ്ഞത്. കർത്താവ് എന്റെ അച്ഛനെ മോൾഡ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നു. ഞാനിത് പറയാൻ, അച്ഛൻ ജോലിയോടുകൂടെ ചെയ്യുന്നു, ഞാൻ ഫുൾ ടൈം ചെയ്യുന്നു. പക്ഷെ ഞാൻ ഇന്ന് നോക്കുമ്പോൾ മനസ്സിലായി കർത്താവ് തന്ന ഉത്തരം എത്ര ശ്രേഷ്ഠകരമായ ഉത്തരമാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് ഞാൻ പോകും. എന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനി, മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും എവിടെ കേൾക്കും? വീതികളിൽ കേൾക്കും. ഇതിന്റെ നിന്ന് കർത്താവ് എനിക്ക് തന്നത് അടുത്ത ഉത്തരം, തലമുറകളുടെ വിവാഹമോർത്ത് കരയുന്ന മാതാക്കളോടും പിതാക്കളോടും പറയുന്ന ഒരു കാര്യ, എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ നിനക്ക് ഉത്തരം അരുളും. അത് ഏത് ഉത്തരമാണെന്നറിയോ? നിങ്ങളുടെ വീട്ടിൽ ആൺതലമുറകൾ, അല്ലെങ്കിൽ മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ ദേശത്ത് ഉയരും. അതിന് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ അതിനൊന്ന് വിമർശിച്ച് പറയുന്നതല്ല, അങ്ങനെ റോങ് ആയിട്ട് എടുക്കരുത്. നമ്മൾ 10 പേരോട് വിളിച്ച്, എന്റെ മോനെ ഒരു കല്യാണം ആലോചിക്കണേ, എന്റെ മോൻ ഒരു കല്യാണം ആലോചിക്കണേ, എന്റെ മോൻ ഇന്ന ക്വാളിറ്റി ഉള്ള ഒരു പെണ്ണിനെ വേണേ, എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു ചെറുക്കനെ വേണേ എന്ന് പറയുന്നതിന് പകരം അപ്പനോട് ചോദിക്കണം, അപ്പ പറയുന്ന ചെറുക്കനെ എന്റെ വീട്ടിൽ കൊണ്ടുത്തരണം എന്ന് പറയണം. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച വ്യക്തി, അതുകൊണ്ടാണ് പറയുന്നത്, തമാശയല്ല. എന്റെ ഹരീത്തിയുടെ വിവാഹാലോചനകൾ ദൈവം കൊണ്ട് തന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ, കർത്താവെ അങ്ങേക്ക് ഇഷ്ടമുള്ളത് ഒരു മനുഷ്യരോട് ആലോചന കൊണ്ടുവരണേ പറയാതെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഹസ്ബൻഡ് 27 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഇന്ത്യയെ വരുക. അല്ലെങ്കിൽ എന്റെ ടെസ്റ്റ് മണി ആസാദി കിടപ്പുണ്ട്, ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വിവാഹം നടന്ന ടെസ്റ്റ് മണി പോയി കേട്ടാൽ മനസ്സിലാകും. ഇന്നലെ ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അങ്കിൾ എന്നോട് പറയാം, മോളെ എനിക്ക് ഇന്നും അത്ഭുതമാണ് നിങ്ങളുടെ വിവാഹം. കാരണം പീറ്ററിനെ പോലുള്ള ഒരു ചെറുക്കൻ, ഇവിടെ വളർന്ന ചെറുക്കൻ ഒരിക്കലും ഇന്ത്യയിൽ പോയി ഒരു മലയാളി കൊച്ചിനെ കല്യാണം കഴിക്കാൻ ചാൻസ് ഇല്ല. അത് ഇതെങ്ങനെ നടന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ, അങ്കിളെ ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. അത് തന്നെയാണ് എന്റെ കുടുംബജീവിതത്തെ കുറിച്ചുള്ള എന്റെ സാക്ഷ്യം. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിന് ഒരാളെ നാട്ടിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിക്കും. കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ആടെ മനസ്സിനെ മാറ്റി കല്യാണം കഴിപ്പിക്കുമെന്ന് പറയിപ്പിക്കുവാൻ കർത്താവിന് കഴിയും. ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം, എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരം അരുളാം. പകരം 10-15 പേരോട് പറഞ്ഞ് ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഫോൺ എടുത്ത് കാണുന്നവരെയൊക്കെ വിളിച്ചുകൊണ്ട്, എന്റെ മോക്ക് ഇങ്ങനെ ഒരു അലയൻസ് കൊണ്ട് തരണേ, ചെറുക്കൻ ഇങ്ങനെ കൊണ്ട് തരണേ എന്ന് പറയുമ്പോൾ കർത്താവ് മോളി എന്ന് പറയും, എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ ഉത്തരം തരാം. നിനക്കറിയാത്തതും അവന് യോജ്യമായതിനെ ഞാൻ കൊണ്ടുതരാം. ദൈവം യോജിപ്പിക്കാൻ ഒരാൾ തീരുമാനിച്ച് ദൈവം ഉത്തരം കൊണ്ടു തരുന്ന കുഞ്ഞും പെൺകുഞ്ഞും ചെറുക്കനും എങ്ങനെ ആയിരിക്കും എന്നറിയാമോ? ഒന്നെങ്കിൽ, ഞാൻ എപ്പോഴും പറഞ്ഞിങ്ങനെ, ഞാനും എന്റെ ഹസ്ബൻഡ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് എന്റെ ജീവിതാനുഭവം പറയുന്നത് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ആദ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥന ചെയ്ത, കർത്താവേ ഒരിക്കലും എന്റെ ഹസ്ബൻഡിന്റെ നിത്യതയ്ക്ക് ഞാൻ തടസ്സമായി തീരരുതെന്ന്. എന്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ചാച്ച എന്റെ നിത്യതയ്ക്ക് അച്ചാച്ചനും തടസ്സമായി തീരരുത്. കാരണം എന്താ നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞ ശുശ്രൂഷ നിൽക്കുന്നത് കൊണ്ട് ഞാൻ പറയുക, അനേക കുടുംബങ്ങൾ തകരുന്നതിന്റെ കാരണം ഭാര്യ ഭർത്താവ് തമ്മിൽ ഐക്യതയില്ല, സ്നേഹമില്ല. കുടുംബങ്ങൾ തമ്മിൽ സ്നേഹമില്ലാതെ നമ്മൾ പുറത്തെത്ര മിനിസ്ട്രി ചെയ്താലും, എന്നെ എപ്പോഴും ചലഞ്ച് ചെയ്യുന്ന ഒരു വാക്കാണ്, ഞാൻ പറഞ്ഞല്ലോ, എന്റെ മമ്മി എപ്പോഴും എന്നെ റിമൈൻഡ് ചെയ്യുന്ന ഒരു വാക്കാണ്,
മോളെ നീ പുറത്ത് ഇനി എത്ര മിനിറ്റ്സ് ഇപ്പൊ കോമേഴ്സ് ഞാൻ മീറ്റിംഗിൽ കയറിയപ്പോൾ സിംബാസ്റ്റർ ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഞാൻ അവിടെ ദൈവത്തോട് പറഞ്ഞൊരു കാര്യം അപ്പാ അല്ലെ ഇതൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് സന്തോഷം. പുറമെ നിൽക്കുന്നവരൊക്കെ ഓർക്കും അയ്യോ അക്സ സിസ്റ്റർ നല്ലൊരു ശുശ്രൂഷ. ഇതൊക്കെ പറഞ്ഞാലും എന്റെ മമ്മി പറയുന്നൊരു വാക്കുണ്ട്, പീറ്ററാ നിന്നെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടത്. അതല്ലേ അതിന്റെ സത്യം. ഞാൻ ഇവിടെ വന്ന് എത്ര നല്ല പ്രസംഗം പ്രസംഗിച്ച് നിങ്ങൾ എല്ലാവരും എനിക്ക് റിപ്പോർട്ട് തരും, അക്സ നല്ലൊരു കൊച്ച നല്ല പ്രസംഗമാന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഹസ്ബൻഡ് ഒരു വാക്ക് മാറി എന്ന് പറയുവാന്നിരിക്കട്ടെ, അയ്യോ ഈ പ്രസംഗമൊക്കെ ഉള്ളൂ, എനിക്കല്ലേ എന്റെ ഭാര്യയുടെ തനിനിറം അറിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ മിനിസ്ട്രി ചെയ്തത് മുഴുവൻ ഫെയിലിയർ ആയിപ്പോയി. തുറന്ന് ഞാൻ പറയുക, നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ അനേക കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നുണ്ട് പറയുന്നു. പാസ്റ്റർമാരുടെ മക്കളുണ്ട്, ശുശ്രൂഷകന്മാരുടെ മക്കളുണ്ട്, അല്ലാത്ത ഭാര്യമാരും മക്കളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, സിസ്റ്ററെ പുറത്ത് പറയാൻ പറ്റത്തില്ല, കാരണം വീട്ടിൽ കാണുന്നതല്ല പുറത്ത് കാണുന്നത്. പുറത്ത് നല്ല ആളാ, പക്ഷെ വീടിനകത്ത് വേറൊരാളെ പുറത്ത് പറഞ്ഞാൽ പോലും ആരും ചിലപ്പം വിശ്വസിക്കത്ത് പോലും ഇല്ല. ഞാൻ തുറന്ന് പറയുക, എന്നോട് വിഷമം തോന്നല്, ഉള്ളതുപോലെ ഞാൻ പറയും. കാരണം മാനസാന്തരപ്പെടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടോണം. ശുശ്രൂഷകൾ നമ്മൾ ഇനി എത്ര, അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, പക്ഷെ എനിക്ക് നിങ്ങളെ അറിയത്തില്ല, കാരണം എന്റെ സ്വഭാവം നിങ്ങളിൽ ഇല്ലായിരുന്നെന്ന്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? തുറന്ന് പറയുക. മിനിസ്ട്രി ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ ആതുര സേവനം ചെയ്യുന്നുണ്ടാവാം, അനേകരോട് പുറത്ത് നല്ലതാണ്, പക്ഷെ വീടിന്റെ ഉള്ളിൽ ഹല്ലേലൂയ നിങ്ങൾ എന്താണ്, അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ക്രിസ്തുവിൽ. ആത്മാവിന്റെ ഫലമില്ലാതെ പുറത്ത് എത്ര കൃപാവരം ജ്വലിപ്പിച്ചാലും അതുകൊണ്ട് കാര്യം ഇല്ല. കർത്താവിന്റെ വരവെങ്കിൽ പോകത്തുമില്ല. മനസ്സിലായോ? എന്നെ വിളിച്ചപേക്ഷിച്ച് ഞാൻ നിനക്ക് ഉത്തരം വരല എന്ന് പറയുമ്പോൾ എല്ലാ ഉത്തരങ്ങളും കിട്ടും, പക്ഷെ കർത്താവ് ചോദിക്കുന്നത് ഇത്. അതുകൊണ്ട് ചില ഉത്തരങ്ങൾ വൈകുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചില ഉത്തരങ്ങൾ വൈകുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? ഈ കഷ്ടതയ്ക്കുള്ളിലിട്ട കർത്താവ് ആത്മാവിന്റെ ഫലത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. എന്ത്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയ ജയം, എല്ലാം നമ്മളെ മോൾഡ് ചെയ്യുന്നത് ഈ കഷ്ടതയ്ക്കുള്ളിലിട്ട. കർത്താവിനറിയാം ഇപ്പൊ അതിന് ഉത്തരം പെട്ടെന്ന് അങ്ങോട്ട് കൊടുത്താൽ ആത്മാവിന്റെ ഫലത്തിലേക്ക് വരത്തില്ല നമ്മൾ. ഞാൻ ഒരു കാര്യം പറയും, ആത്മാവിന്റെ ഫലമില്ലാത്ത ഏതൊരു ദൈവ പൈതലുണ്ടോ നമ്മൾ ഒരു അട്ടർ ഫെയിലിയർ ദൈവസന്നിധി. കർത്താവ് അതുകൊണ്ട് പറഞ്ഞു എനിക്ക് നിങ്ങളെ അറിയത്തില്ല, സോറി, പക്ഷെ അങ്ങയുടെ നാമത്തിലല്ലേ ഞങ്ങൾ മിനിസ്റ്റർ ചെയ്ത്. കർത്താവ് പറയും എനിക്കറിയത്തില്ല. കാരണം നമുക്ക് തമ്മിൽ കർത്താവ് പറയും എനിക്ക് നിങ്ങളും തമ്മിൽ കണക്ട് ആവാൻ പറ്റുന്നില്ല. കാരണം വീട്ടിലെ ഒരാളല്ല പുറത്ത് കണ്ടത്, എന്നാൽ പുറത്തും അകത്തും ഒരേ രീതിയിൽ മിനിസ്റ്റർ ചെയ്യുമ്പോഴും ശുശ്രൂഷിക്കുമ്പോഴും ഒരേ സ്വഭാവം, ഒരേ രീതി. ഞാനതാ പറയാം, വീട്ടിലുള്ളവർ, മാതാപിതാക്കൾ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ ഭാര്യമാർ നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയുന്നതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. പുറത്തിനി മില്യൺസ് ഓഫ് ആൾക്കാര് നല്ലതാന്ന് പറഞ്ഞാലും കമന്റ് പറഞ്ഞാലും ഹല്ലേലൂയ നമ്മൾ ആരെന്ന് നമ്മുടെ ഏറ്റവും അടുത്തുള്ളവർ പറയുന്നതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം ഇരിക്കുന്നത്. അതിലുപരി കർത്താവ് പറയണം നല്ലവളും വിശ്വസ്തയുമായ ദാസിയെന്ന്. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ വചനത്തിന്റെ ആഴം മനസ്സിലാവുന്നുണ്ട്? പുറമെ നമ്മൾ എത്ര പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയിട്ടും നമ്മുടെ ആത്മാവ് നഷ്ടമായിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അടുത്ത പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം. ഹല്ലേലൂയ. ആറാമത്തെ പോയിന്റിലേക്ക് വരും. യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദം കേൾക്കും, ഞാൻ ദേശത്തിന്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെ ആക്കും. രണ്ട് ദൂതുണ്ട് അതിനകത്ത്. ഒന്ന്, ആലയത്തിനകത്ത് സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദം കേൾക്കും. അതായത് ദൈവദാസന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഒരു ദൈവിക ആലോചന ഞാൻ പറയുന്നു. ദൈവമക്കളില്ല ദൈവസഭയിൽ ഇന്ന്, ഇല്ലേ? ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവാലയത്തിലേക്ക് ആൾക്കാർക്ക് വരുന്നതിന്റെ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് ദൈവമക്കൾ സഭകളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുക. ഇന്ന് പലർക്കും ന്യൂ ജനറേഷൻ ചർച്ച ഇഷ്ടം. കാരണം എന്താ? സത്യോപദേശം പറയുന്ന സഭകൾ ഇഷ്ടമല്ല, അല്ലേ? ഉപദേശം പറയുന്നിടത്ത് സഭ ദൈവമക്കൾ വരത്തില്ല. അവർക്ക് ഇഷ്ടം എന്തുവാ? അതൊന്നും കുഴപ്പമില്ല. ഇന്നലെ ഞങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മമ്മി വചനം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു വാക്ക് എന്നെ ചിന്തിപ്പിച്ചു. ഇന്ന് പാപം പലരും ബലഹീനമാക്കി പറഞ്ഞോണ്ടിരിക്കുക. ഓ എനിക്കൊരു ചെറിയൊരു ബലഹീനതയുണ്ട് കേട്ടോ. എന്തുവാ അത്? കോപം. ഒരു ബലഹീനതയായിട്ടാ പറയുന്നത്, പാവമായിട്ട് പറയുന്നില്ല. അത് ആ സഹോദരന്റെ ഒരു ബലഹീനതയാണ്. എന്നുവെച്ചാൽ പാപത്തെ ലഘൂകരിക്കുക. പാപം കുഴപ്പമില്ല, ലഘൂകരിച്ച് 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 ഇന്ന് അതൊരു സാധാ, അത് കുഴപ്പം, അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യം, ബൈബിൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലോ എന്ന് പറയും. പക്ഷെ ബൈബിളിന്റെ നിയമം കർശകമാണ്, അതിനകത്ത് ഒരു ചേഞ്ചും ഇല്ലാത്ത കാര്യം. അതുകൊണ്ട് എന്താ? ദൈവമക്കൾ സഭകളിലില്ല. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങൾ, അവർക്ക് നമ്മുടെ സഭകൾ ഇഷ്ടമല്ല. കാരണം അവിടെ പ്രോട്ടോകോൾസ് ഉണ്ടെന്ന് അവർ പറഞ്ഞത്. കാരണം സ്ട്രിക്റ്റ് ആ നിയമം.
അതുകൊണ്ട് അവർക്ക് അതിനകത്ത് ഡൈജസ്റ്റ് ആവുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. സഭകളിൽ നിന്ന് ആൾക്കാർ പറയും. എന്നാൽ ഇവിടെ പറയുക, ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ, ദൈവദാസന്മാരുണ്ടെങ്കിൽ, ദൈവാത്മാവിൽ ദൂത് പരിശുദ്ധാത്മാ പറയാ, എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ ഉത്തരം അരുളും. എന്താണെന്നറിയോ? ഈ അന്ത്യകാലത്ത് ഞാനൊരു ജനറേഷനെ എഴുന്നേൽപ്പിക്കും, സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ജനറേഷൻ, ഈ ദൈവ വചനത്തിന് വേണ്ടി വില കൊടുക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല നിങ്ങളിൽ എത്ര പേർക്ക് അറിയാവുന്ന, അമേരിക്കയിൽ വലിയ റിവൈവലുകൾ നടന്നുകൊണ്ടിരിക്കുക, അനേക ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ അത് നേരിട്ട് കാണുകയും കേൾക്കുകയും ഫോണുകളിൽ കണ്ടുകൊണ്ടിരിക്കുക. അനേക യുവ തലമുറകൾ ലജ്ജ കൂടാതെ സ്ട്രീറ്റുകളിൽ ദൈവവചനം പറയുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എന്റെ ഇവിടുത്തെ കാര്യം പറയുക. അനേക കുഞ്ഞുങ്ങൾ സത്യവചനത്തിനു വേണ്ടി അവരുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാ. ഞാൻ പറയും, കർത്താവ് വരാറായി, അന്ത്യകാലമായി, ദൈവസഭയിലേക്ക് ദൈവമക്കൾ ഇരച്ചു കയറേണ്ട കാലമായത്. പെർസിക്യൂഷൻസ് ഇന്ത്യയിൽ അധികം പ്രതികൂലങ്ങൾ വരുമ്പോ ഓർത്തോ, സഭ നിറയാൻ പോകുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ? ദൈവമക്കൾ ദൈവസഭയിൽ മുഴങ്കാലുമടക്കി കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. കർത്താവ് ഉത്തരം അരുളും. എത്ര പേര് ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? ഞാൻ എന്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും, എന്റെ സഭകളിൽ ആ ദൈവമക്കളെ കൊണ്ടുവരും. അടുത്ത പറയും, ദേശത്തിന്റെ സ്ഥിതി മാറ്റുന്നു. അപ്പൊ ദേശത്തിന്റെ സ്ഥിതി ദൈവം മാറ്റം വരുത്തും. ദേശത്തെ ഓർത്ത് കരയുന്നവരുണ്ടെന്ന്. കർത്താവ്, ഞങ്ങളുടെ ദേശത്ത് മ്ലേച്ഛത കൂടുക. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു കേട്ടതാ, ഇന്ന് കേരളത്തില് ഓരോ സ്ഥലങ്ങൾ അറിയപ്പെടുന്ന, പണ്ട് കവികളെയൊക്കെ വെച്ചായിരുന്നു അല്ലേ? കവി, എഴുത്തുകാര്, രാഷ്ട്രീയക്കാര് ഒക്കെയാ. ഇന്ന് അറിയപ്പെടുന്ന എങ്ങനെയാണെന്നറിയാമോ? കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു സ്ഥലമുണ്ട്, വെഞ്ഞാറമൂട്. അപ്പൊ വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, കൂട്ടക്കൊല നടന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ, ഒരു മോൻ വന്ന് വെട്ടിക്കൊന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നു. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, കർത്താവെ, സ്ഥലങ്ങളുടെയൊക്കെ സ്ഥിതി മാറിയല്ലോ എന്ന്. മനസ്സിലായോ? പണ്ട് കവികളുടെ, ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? കവികള്, രാഷ്ട്രീയക്കാരുടെ ഒക്കെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പൊ കൊലപാതകത്തിന്റെ പേരിലാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. അമ്മയെ കോടാലി കൊണ്ട് വെട്ടിയ സ്ഥലം, അപ്പനെ കോടാലി കൊണ്ട് മോൻ വെട്ടിക്കൊന്ന സ്ഥലം, ഇങ്ങനെയൊക്കെയാ സ്ഥലങ്ങൾ അറിയപ്പെടുന്നത്. സ്ഥിതി മാറണോ സ്ഥലത്തിന്റെ? നിങ്ങളുടെ ദേശത്തിന്റെ സ്ഥിതി മാറണ്ടേ? മാറണം. എന്ത് ചെയ്യണം? കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ദൈവം ആൾക്കാരോട് ചോദിക്കുക. നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ ഇടിവിൽ നിൽക്കണം. ഈ ദേശത്തിന് വേണ്ടി ഞാൻ ഇടിവിൽ നിൽക്കണം. നിങ്ങൾ ആയിരിക്കുന്ന ദേശത്തിന് വേണ്ടി നിങ്ങൾ ഇടിവിൽ നിൽക്കണം. പകരം ചുറ്റും നിന്ന് നമ്മൾ വിധിക്കും, ഇതെന്താ ഇവരിങ്ങനെ, ഇതെന്താ അവരിങ്ങനെ. കർത്താവ് ചോദിക്കുക, നീ എന്താ ഇങ്ങനെ, നീ എന്താ പ്രാർത്ഥിക്കാത്തെന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ടോ? നമ്മുടെ ദൈവസഭ ആ ദേശത്തുണ്ടെങ്കിൽ നമ്മുടെ ദൈവസഭയുടെ ഉത്തരവാദിത്വം ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാന്നുള്ളത്. ഇന്ന് നമ്മുടെ ദൈവസഭക്കുള്ളിലെ വിഷയങ്ങൾ എന്താണെന്നറിയാമോ? നമ്മുടെ ദൈവസഭയിലെ ആൾക്കാർ ഗൾഫിൽ പോകണം, അമേരിക്കയിൽ പോകണം, കാനഡയിൽ പോകണം, മക്കളുടെ കല്യാണം നടക്കണം. ഇതാണ് ദൈവസഭകളിലെ ഇന്നത്തെ വിഷയങ്ങൾ. പണ്ട് അങ്ങനല്ലായിരുന്നു. ദേശത്തിന് വേണ്ടി ഉപവാസം ഉണ്ടായിരുന്നു, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ കുറഞ്ഞു. ദൈവമക്കളെ, മാനസാന്തരപ്പെട്ട് മടങ്ങി വരേണ്ട സമയമാണ് ഇന്ന്. ഹല്ലേലൂയ. അടുത്ത പോയിന്റ് കൂടെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിർത്തുക. ആടുകളെ, എട്ടാമത്തെ പോയിന്റ്, 12 അവസാനം, ആടുകളെ കിടത്തുന്ന ഇടയന്മാർക്ക് ഇനി മേച്ചിൽപ്പുറം ഉണ്ടാകും. ചോദിച്ചാൽ ഉത്തരം ഉണ്ടെന്ന് ദൈവദാസന്മാർക്ക്. എന്തുവാ? മിഷൻ വർക്കിന് സ്ഥലം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കർത്താവ്, ഞാൻ എവിടെയാ പ്രവർത്തനം തുടങ്ങേണ്ടത്? കർത്താവ് പറയാം, മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടാകും. ചില ഏരിയകളെ ദൈവാത്മാവ് നിങ്ങൾക്ക് കാണിച്ചു തരും. എവിടെ പ്രവർത്തനം തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് നിങ്ങൾ ദൈവത്തോട് യാചിക്കുമ്പോൾ കർത്താവ് പറയാ, ഞാൻ നിനക്ക് ഉത്തരം അരുളാം. ഇതുവരെ ആരും പ്രവർത്തിക്കാത്തതും ഇതുവരെ ആർക്കും ചെന്ന് ചേരാൻ പറ്റാത്തതുമായ ദേശങ്ങളെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. ആടുകളെ മേയ്ക്കേണ്ടതിന് ഇടയന്മാർക്ക് ഇനി മേച്ചിൽപ്പുറം ഉണ്ടാകും. സഭകൾ ഉണ്ടാകും. ചർച്ചസിന്റെ ബിൽഡിംഗ് എല്ലാം ദൈവം നൽകി തരും. ചെയ്യേണ്ടത് എന്നെ വിളിച്ചപേക്ഷിക്കുക. ഇന്ന് പലപ്പോഴും ചെയ്യുന്ന എന്താ? നോട്ടീസ് ഇട്ട് പല സഭകളിലേക്ക് അയക്കും, ഞങ്ങളെ ഒന്ന് സ്പോൺസർ ചെയ്യൂ. സ്പോൺസർഷിപ്പ്. ഞാൻ ചോദിക്കും, നമ്മൾ പണ്ടത്തെയൊക്കെ അപ്പച്ചന്മാര് പ്രവർത്തനം ചെയ്ത് എങ്ങനെയാണെന്നറിയോ? കരഞ്ഞു ഉപവസിച്ചു. ആ പ്രവർത്തനങ്ങൾ, അന്നത്തെ പ്രവർത്തനങ്ങൾ വളർന്നു. ഇന്ന് എന്തുകൊണ്ട് സഭകൾ പൂട്ടുക? ഇവിടെയൊക്കെ എത്ര ചർച്ചസ് ആണെന്നറിയാമോ? ഞാനിത് പറയുമ്പോൾ ദൈവമക്കൾ ഓർക്കണം, നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥകൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക അല്ലെ? മധ്യപ്രദേശിലൊക്കെ സഭകൾ പൂട്ടി, എന്താ പറഞ്ഞ, കത്തിച്ചു കളയുന്നു. ചിലര് പൂട്ടാൻ നിയമങ്ങൾ കൊണ്ടുവരും. ഇതൊക്കെ വരുമ്പോൾ ഓർത്തോണം, നമ്മുടെ മേച്ചിൽപ്പുറങ്ങൾ ശത്രു ബന്ധിക്കാൻ നോക്കുമ്പോൾ അതേ സമയം അപ്പുറ ചില മേച്ചിൽപ്പുറങ്ങളുടെ വഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കേണ്ടതിന്, അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ തുറക്കപ്പെടേണ്ടതിന്, ദൈവമക്കൾ മടങ്ങി വരേണ്ടതിന് നമ്മൾക്ക് ദൈവസന്നിധിയിൽ അപേക്ഷിക്കണം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുക. അടുത്ത പറയുന്നത് 17-ാം വാക്യം, ഇസ്രായേൽ ഗ്രഹത്തിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ദാവീദിന് ഒരു പുരുഷൻ ഇല്ലാതെ വരികയില്ല.
അതായത് അടുത്തൊരു കാര്യം ഞാൻ പറയുക പെട്ടെന്ന്, അടുത്തൊരു പ്രാർത്ഥനാ വിഷയം. തലമുറകൾ, അടുത്തൊരു തലമുറ എഴുന്നേൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ചില മാതാക്കളുണ്ട് ഇവിടെ. തലമുറയ്ക്ക് വേണ്ടി ദൈവം പറയാ, അടുത്ത സ്ഥാനത്തേക്ക് ഇരിക്കാൻ ഒരിക്കലും ഇവിടെ പറയാം, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ അടുത്ത ഒരു പുരുഷൻ ഇല്ലാതിരിക്കില്ലെന്ന്. എന്ന് വെച്ചാൽ എന്താ? അടുത്തതിനെ ഞാൻ തരും, ഞാൻ നിനക്ക് കൊണ്ട് തരും അടുത്ത തലമുറയെ. എന്ത് ചെയ്യണം? എന്നെ വിളിച്ചപേക്ഷിക്കണം. ദൈവമക്കളെ, ഞാൻ തുറന്നു പറയുക, നിങ്ങൾക്കൊന്നും എന്നോട് തോന്നരുത്. അടുത്ത തലമുറ എഴുന്നേൽക്കണമെങ്കിൽ ഈ ജനറേഷനിലെ മാതാക്കളും പിതാക്കളും കരയുക തന്നെ വേണം. അതുപോലെ എന്റെ 3ാമത്തെ പ്രഗ്നൻസി ദൈവം എന്നോട് പറഞ്ഞൊരു വെളിപ്പാടുണ്ട്. അത് ഞാൻ പബ്ലിക്കലി നിങ്ങളോട് പറയുക. ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സിബി പാസ്റ്റർക്ക് അറിയായിരിക്കും, ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് കുഞ്ഞുങ്ങൾ ഇപ്പോൾ പല പ്രശ്നമായിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ലെന്ന്. ഇപ്പൊ ഒത്തിരി പേര് വരുന്നുണ്ട് അല്ലെ, കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്തവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. റീസൺ എന്താന്ന് ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് എന്റെ പ്രഗ്നൻസിയിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന തലമുറ ഏത് ജനറേഷൻ ജനിക്കേണ്ടവരാണെന്നറിയോ? ഈ കാലഘട്ടത്തിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കുന്ന അഭിഷക്തന്മാർ. ഇതുപോലൊരു സമയം വന്നിട്ടുണ്ട് സാറാടെ കാലത്തും ഹന്നാടെ കാലത്തും ഒക്കെ. എന്തുവാ, എല്ലാവർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവും, ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അമ്മമാര് കരഞ്ഞാലേ വാഗ്ദത്ത തലമുറകൾ പുറത്തു വരത്തുള്ളൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മക്കളില്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തോ, അടുത്ത അഭിഷക്ത തലമുറകളെ വഹിക്കേണ്ടതിന് ആ മാതാക്കളെ ദൈവം ചൂസ് ചെയ്യാൻ പോകും. അതിന് എന്ത് ചെയ്യണമെന്നറിയോ? ആ പെൺകുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ കരഞ്ഞു മേടിക്കണം. ഓരോ തലമുറയും ഈസിയായിട്ട് കിട്ടുമ്പോൾ നമുക്ക് പലതും അറിയത്തില്ല. പക്ഷെ വാഗ്ദത്ത തലമുറകൾ വെറുതെ പുറത്തു വരത്തില്ല. ഞാൻ എന്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. എന്റെ ആദ്യത്തെ 2 പ്രഗ്നൻസിൽ ഒരു കുഴപ്പമില്ല, എല്ലാം കൂളായിട്ട് പോയി. എന്നാൽ 3ാമത്തെ കുഞ്ഞ് വന്നപ്പോൾ കർത്താവ് എന്നോട് ഓൾറെഡി കുഞ്ഞിനെ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിനക്ക് 3ാമതൊരു കുഞ്ഞിനെ തരുമെന്ന്. അപ്പൊ എനിക്കത് ഞാൻ ഓർത്താ, സാധാരണ 2 എണ്ണത്തിന് ഒരു കുഴപ്പമില്ലാതെ ഇതും പോകുന്ന. എന്നാൽ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അല്ല, ഇത് വില കൊടുത്ത് തന്നെ നേടേണ്ടതാണ്. പ്രഗ്നൻസിയുടെ 1ാമത്തെ ദിവസം മുതൽ പ്രസവിക്കുന്ന അന്ന് വരെയും ഹല്ലേലൂയ കരഞ്ഞും ഉപവസിച്ചുമാണ് ആ കുഞ്ഞിനെ കൈ കിട്ടിയത്. കുഞ്ഞിനെ കൈ കിട്ടിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ തലമുറ ഒരു സ്പെഷ്യൽ ചൈൽഡ് ആണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അടുത്ത വാഗ്ദത്ത തലമുറകൾ പുറത്തു വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, വില കൊടുക്കുന്ന മാതാക്കൾക്കേ അടുത്ത വാഗ്ദത്ത തലമുറയെ കൊടുക്കത്തുള്ളൂ. ഹന്ന വില കൊടുത്ത് മേടിച്ചതാ ശമൂവേലിനെ. സാധാ ഒരു തലമുറയല്ല ശമൂവേല്. സാറ വില കൊടുത്ത് മേടിച്ചത് ഇസഹാക്കിനെ. ഒരു രാജ്യത്തിന്റെ ഹല്ലേലൂയ പിതാവാക്കി അതിനെ മാറ്റി അല്ലേ. അബ്രഹാമിന്റെ വാഗ്ദത്ത തലമുറയായി ഇസഹാക്ക്. അടുത്ത ഓരോ തലമുറകളെ നോക്കി. എലിസബത്ത് വില കൊടുത്ത് മേടിച്ചതാ ഹല്ലേലൂയ യോഹന്നാൻ സ്നാപകനെ. മറിയ വില കൊടുത്ത് മേടിച്ചതാ. എങ്ങനെയാ? അവൾ അവളുടെ ജീവിതം കാത്തു സൂക്ഷിച്ചു, അവളോട് പറഞ്ഞ വാഗ്ദത്തത്തെ അവൾ മുറുകെ പിടിച്ചു. ഹല്ലേലൂയ അങ്ങനെ മേടിച്ച ഒരു ജനറേഷനെയാണ് ഇനിയുള്ള കാലത്ത് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന യങ് വുമൻസിനോട് ഞാൻ പറയുക, നിങ്ങൾക്ക് തലമുറകൾ വേണോ? ഇന്നു മുതൽ നിങ്ങളുടെ ഉദരത്തെ കൈവച്ച് പറയണം, എനിക്ക് തരുന്നത് ഒരു വാഗ്ദത്ത സന്തതി ആയിരിക്കണം. ആ വാഗ്ദത്ത സന്തതി ഇന്നത്തെ ജനറേഷനെ കർത്താവിലേക്ക് തിരിക്കുന്ന, അഭിഷേകം ക്യാരി ചെയ്യുന്ന ഒരു തലമുറ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം. അല്ലാതെ എനിക്കൊരു കുഞ്ഞിനെ തരണേ, എനിക്കൊരു ആൺകുഞ്ഞിനെ തരണേ, എനിക്കൊരു പെൺകുഞ്ഞിനെ തരണമേ, അവനെ ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം എന്നുള്ളതാ. ഇനിയുള്ള തലമുറകളെ നിങ്ങൾ പ്രാർത്ഥിച്ച് മേടിക്കണമെങ്കിൽ ഉദരത്തെ കൈവച്ച് അപ്പച്ചമാരെ അമ്മച്ചിമാരെ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. മക്കൾ ഉണ്ടാവാതിരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കണം. ഈ ശത്രു എന്തിന് ഗർഭങ്ങളെ അടയ്ക്കുന്നെന്ന് ചോദിച്ചാൽ, ഇനി എഴുന്നേക്കുന്ന ജനറേഷൻ, ഈ ജനറേഷനിൽ ശുശ്രൂഷ ചെയ്യുന്ന അഭിഷക്തന്മാരെ ഇനി എഴുന്നേക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അഭിഷേകം ക്യാരി ചെയ്യുന്ന ഒരു തലമുറ എഴുന്നേക്കാൻ പോകുന്നത്. അത് വെറുതെ കിട്ടത്തില്ല, വില കൊടുത്തു മേടിക്കണം. ഉപവസിച്ചും പ്രാർത്ഥിച്ചും മേടിക്കണം. ട്രീറ്റ്മെന്റ് കൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകും, പക്ഷെ അഭിഷക്തന്മാരാവണമെന്നില്ല. എന്നാൽ അമ്മമാര് പ്രഗ്നൻസിയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ, ആത്മാവിൽ ആരാധിച്ചാൽ, ആത്മാവിൽ നയിക്കപ്പെട്ടാൽ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടാൽ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ മേലെ ദൈവിക അഭിഷേകം അമ്മയിൽ നിന്ന് വ്യാപരിക്കും. ആ കുഞ്ഞ് പുറത്തു വരുമ്പോൾ അസാധാരണമായ ദൈവശക്തി ക്യാരി ചെയ്യുന്ന തലമുറകളായിട്ട് അവർ മാറും. ഇത് എന്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്, തമാശയല്ല ദൈവമക്കളെ. സമയം മുന്നോട്ട് പോകുന്നുണ്ട്, ഞാൻ ഇവിടെ നിർത്തുക. നിങ്ങൾ എല്ലാവരും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. അതിന്റെ താഴോട്ടുണ്ട് വചനങ്ങൾ. എന്നാൽ ഞാൻ വീണ്ടും പറയുക, ഈ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വിഷയങ്ങൾ, വിവാഹം, അടുത്ത തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, പ്രവാസത്തിലായിരിക്കുന്ന, ശത്രുവിന്റെ അടിമത്തത്തിലായിരിക്കുന്ന തലമുറകളും ഭർത്താക്കന്മാരും ആരും ആയിക്കൊള്ളട്ടെ, ഇവരെ എല്ലാം കർത്താവ് പറയാ, രോഗശാന്തി, ഇതെല്ലാം ആൻസേഴ്സ് ഈ അധ്യായത്തിലുണ്ട്. നിങ്ങൾ സമയം എടുത്ത് വായിച്ചാൽ മതി. പക്ഷെ ഇതിന്റെ ഒറ്റ കണ്ടീഷനെ മേളി പറഞ്ഞിട്ടുള്ളൂ. കണ്ടീഷൻ കൊടുത്തിട്ട് താഴോട്ട് അതിന് ഉത്തരം പറഞ്ഞേക്കുന്നത്.
ഇത് ഇസ്രായേലിനോടൊക്കെ പറഞ്ഞ നിങ്ങൾ അതിന്റെ കോണ്ടസ്റ്റ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എന്നോട് ദൈവം ഈ വചനത്തിൽ നിന്ന് എന്നോട് വ്യക്തിപരമായി സംസാരിച്ചത് ഇങ്ങനെ, അതാ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിന്റെ യഥാർത്ഥ ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ എന്നോട് കർത്താവ് സംസാരിച്ചത് ഇതാ, മോളെ നിങ്ങൾക്കും ഈ അവകാശങ്ങൾ, ഇസ്രായേലിനോട് പറഞ്ഞ അതേ അവകാശം, യഹൂദരോട് പറഞ്ഞ അതേ അവകാശം നിങ്ങൾക്കും ഉള്ളതാ. എന്തവാ? നീ എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരം വരളാം. എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. രോഗശാന്തി, പ്രവാസത്തിലുള്ളവരെ മടക്കി വരുത്തും. പിന്നെ പറഞ്ഞെന്തുവാ? നമ്മള് നിന്ദിക്കപ്പെട്ട അപമാനിക്കപ്പെട്ട ദേശത്ത് ആനന്ദവും മഹത്വവുമാക്കി ദൈവം വരുത്തും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ മണവാളന്റെ സ്വരം, മണവാട്ടിയുടെ ആനന്ദഘോഷം, വിവാഹത്തെ കുറിച്ച് ഭാരപ്പെടുന്നവർ. അടുത്ത ഞാൻ പറഞ്ഞു, കോവിഡ് ആലയത്തിൽ സ്തോത്രം ഉയരും. മേച്ചിൽ ദൈവസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരോട് പറയും, ചില മേച്ചിൽ പുറങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. മനുഷ്യരോട് വിളിച്ചല്ല ചോദിക്കേണ്ടത്. ഹല്ലേലൂയ, എനിക്കൊരു മീറ്റിങ്ങിന് അവസരം തരുമോ എന്നല്ല, എനിക്കൊരു അവസരങ്ങളെ നൽകണമോ എന്നല്ല, അല്ലെങ്കിൽ ഒരു ചർച്ച തുറന്നു തരുമോ എന്നല്ല. പകരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പറയും, ഞാൻ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാമെന്ന് പറയും. ജീവിതത്തിൽ അങ്ങനത്തെ ഉത്തരങ്ങൾ ലഭിച്ചാലുള്ള ഗുണം എന്നറിയാമോ? ആർക്കും മഹത്വം മനുഷ്യർക്ക് പോകത്തില്ല, പകരം മഹത്വം മുഴുവൻ ദൈവത്തിന് കിട്ടും. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇന്ന് ഞാൻ പലപ്പോഴും പറയുന്നത്, ഞാൻ ഇതും കൂടെ പറഞ്ഞ് ഈ പോയിന്റോടെ പറഞ്ഞു നിർത്തുക. ഇന്ന് ഞാൻ പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ ടെസ്റ്റിമണി പറയുമ്പോൾ പോലും ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പല ട്രീറ്റ്മെന്റും ചെയ്ത് ഇപ്പൊ പ്രഗ്നന്റാ. അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ചേച്ചി പ്രാർത്ഥിച്ച് ദൈവം തന്ന കുഞ്ഞാ. എന്നിട്ട് പെട്ടെന്ന് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അത് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുത്താ മോക്ക്. എന്നോട് പറയാ, പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാ, ട്രീറ്റ്മെന്റ് വഴി കിട്ടിയതാ. എന്നിട്ട് പറയുക, ചേച്ചി ദൈവം എന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഏറ്റവും നല്ലൊരു ഡോക്ടറെ തന്നിരിക്കുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോക്ടറാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഡോക്ടറിന്റെ മേലാണോ ട്രസ്റ്റ്, സൃഷ്ടാവിന്റെ മേലാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ചേച്ചി അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് ഡോക്ടറെ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ ചോദിച്ചു, കർത്താവിനെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. എന്തുകൊണ്ടറിയോ? ഇന്ന് നമ്മളും ഇങ്ങനെ, നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സർജനെ കിട്ടിയാൽ ഏറ്റവും സന്തോഷം. മനസ്സിലായോ? പക്ഷെ വിശ്വാസം ആരില്ലെന്നറിയോ? ഡോക്ടറിലും. സത്യമാണ്, നമ്മുടെയൊക്കെ അങ്ങനെ, നമ്മളെ മനുഷ്യരെല്ലാം അങ്ങനെ ആയിപ്പോയി. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാൻ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ നമുക്ക്? തുറന്നു പറയാം ദൈവമക്കളെ, വിഷമം തോന്നല്ലേ? അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ വിഷമം തോന്നല്ലേ? ഞാൻ പറയുക, ഡോക്ടർമാര് നമ്മളോട് എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ അനുസരിക്കത്തില്ലേ? ഇല്ലേ? ഡോക്ടർ പറയുക, നാളെ 24 മണിക്കൂർ വെള്ളം പോലും കുടിക്കാതെ വേണം അടുത്ത ദിവസം എന്നെ വന്ന് കാണാം. വെള്ളം പോലും കുടിക്കരുത്, വെള്ളം പോലും കുടിക്കാതെ എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം പോലും കുടിക്കത്തില്ല. വെള്ളം എങ്ങാനും എടുത്ത ഉടനെ തോന്നും, അയ്യോ തട്ടിപ്പോയാലോ. മനസ്സിലായോ? ഡോക്ടർ പറഞ്ഞത് അനുസരണക്കേട് കാണിച്ചാൽ ഡോക്ടർ പറയുമ്പോൾ നമുക്ക് ചെയ്യാം. പക്ഷെ കർത്താവ് പറയട്ടെ നിങ്ങളോട്, ഇന്ന് ഒരു ദിവസം മുഴുവൻ ബൂസ്റ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആദ്യം പറയുന്ന വാക്ക് എന്താണെന്നറിയോ? സിസ്റ്ററെ, എന്റെ ബ്ലഡ് ഷുഗർ ഡൗൺ ആയി പോകും, എന്റെ ഷുഗർ ഡൗൺ ആവും, എന്റെ ബ്ലഡ് പ്രഷർ, എന്റെ ബിപിയും ഡൗൺ ആയി പോകും, അതുകൊണ്ട് എനിക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. വ്യത്യാസം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും. ഞാൻ ദൈവം പറയുന്ന അനുസരിക്കുന്നു, മനുഷ്യർ പറയുന്ന അനുസരിക്കുന്നു. അതീന്ന് ദൈവത്തിന് കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞ, മക്കളെ എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ ഉത്തരം തരാം. ഞാൻ തരുന്ന ഉത്തരം ഏറ്റവും നല്ല ഉത്തരമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളെല്ലാം സ്വർഗത്തിൽ പോകാനിരിക്കുന്നവരാ. പക്ഷെ ദൈവം ചോദിക്കുക, എന്നെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും നമുക്ക് നമ്മുടെ ദൈവത്തെ വിശ്വാസം ഉണ്ടോ? ദൈവം പറയുന്ന അതുപോലെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാണോ? ആര് എപ്പോൾ ദൈവം പറയുന്നത് ചോദ്യം ചെയ്യാതെ അതുപോലെ അനുസരിക്കാൻ തയ്യാറാവുന്നു? കർത്താവ് പറയുക, ഉത്തരമുണ്ട്. എങ്ങനത്തെ ഉത്തരമാണെന്ന് കൂടെ പറഞ്ഞ് നിർത്തുക. മഹത്തമായത്, അഗോചരമായത്, ഇതുവരെ ആരും കാണാത്ത ഉത്തരങ്ങൾ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്റെ സന്നദ്ധിയിൽ താഴ്മയോടെ വിനയത്തോടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവം എന്തു പറഞ്ഞാലും ചെയ്യാൻ തയ്യാറായി നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അപ്പം പറയുക, ഉത്തരം ദാ ഞാൻ ഓപ്പൺ ചെയ്തു തരാം. അത് നിങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പറയും, ഇത് കർത്താവിനാൽ സംഭവിച്ച ഉത്തരം. തൽക്കാലം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടക്കേടുകൾ ഉണ്ടാകാം, എന്നാൽ കർത്താവ് തരുന്ന ഉത്തരം ശ്രേഷ്ഠകരമായ ഉത്തരമാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് ശോധന ചെയ്ത് ഈ ദൂതിന്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഞാൻ അതുപോലെ നിങ്ങളുമായിട്ട് കൈമാറിയിട്ടുണ്ട്. നിങ്ങൾ ഏത് വിഷയത്തിന് മേലെ ഭാരപ്പെടുന്നത് എനിക്ക് നിങ്ങളെ അറിയത്തില്ല, പരിശുദ്ധാത്മാവിന് അറിയാം. ഏത് വിഷയത്തിന് മേൽ ഭാരപ്പെട്ടാണ് നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്? സാമ്പത്തികമാണ്. അവിടെ പറയുന്നത് പ്രവാസികളെ മടക്കി വരുത്തും, അഭിവൃദ്ധി തരുമെന്നാ പറഞ്ഞത്. അതിൽ നിങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും ആ വചനത്തിനകത്തുണ്ട്. സമയമെടുത്ത് നിങ്ങളൊന്ന് വായിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വചനങ്ങളുടെ അർത്ഥം പറഞ്ഞു തരും. എന്നാൽ നിങ്ങൾക്കുള്ള ഏത് ഉത്തരമായിക്കൊള്ളട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവ് പറയുക, മനുഷ്യരോട് ഇനി നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയരുത്, നീ എന്നോട് പറ. എന്റെ സന്നിധിയിൽ സമയങ്ങളെ വേർതിരിക്ക്, എന്നോട് അപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരം അരുളാം. എങ്ങനത്തെ ഉത്തരമാ? നീ അറിയാത്തതും മഹത്വമായതും അഗോചരമായുള്ളത് ഞാൻ വെളിപ്പെടുത്തി തരും.
അത് വെളിപ്പെടുത്തി തന്നാൽ ദൈവത്തിന് മുഴുവനും മഹത്വം കിട്ടും. സാക്ഷ്യം പറയുമ്പോൾ ദൈവത്തിന് മഹത്വം കിട്ടും. ഹല്ലേലൂയ. ഇതിലൊക്കെ ഉപരി നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങളുടെ ഏത് പ്രാർത്ഥനാ വിഷയത്തിന് ദൈവം മറുപടി തരുമ്പോഴും ദൈവം ആ മറുപടിയെ കൂടി ആദ്യം ചിന്തിക്കുന്നത് ഈ കിട്ടുന്ന ഉത്തരം നിങ്ങളെ നിത്യതയിൽ എത്തിക്കുമോ. നിത്യതയിൽ എത്തിക്കാത്ത ഒരു ഉത്തരവും നിങ്ങൾക്ക് ദൈവം തരത്തില്ല. അതും കൂടെ ഞാൻ പറയുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും ദൈവം ഉത്തരം തരും. പക്ഷെ നിത്യതയ്ക്ക് ആ ഉത്തരം തടസ്സമാണെങ്കിൽ ദൈവം ആ ഉത്തരം തരത്തില്ല. പൗലോസിന് രോഗസൗഖ്യം കൊടുത്തില്ല. കാരണം അത് കൊടുത്താൽ ചിലപ്പോൾ നിഗളിച്ചാൽ പൗലോസിന് നിത്യത നഷ്ടപ്പെടുമെന്നറിയാം. അതുകൊണ്ട് കർത്താവ് പറയാം, നിന്നെ ഗളിച്ചു പോകാതിരിക്കേണ്ടതിനാണ് ഈ ശൂലം നിനക്ക് വെച്ചിരിക്കുന്നത്. ആകയാൽ ചില ഉത്തരങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ അതിൽ കൂടെ കടന്നു പോകാനുള്ള കൃപയും ദൈവം തരും. പക്ഷേ നിത്യത നഷ്ടമാക്കിയുള്ള ഒരു ലോകത്തിന്റെ ആൻസേഴ്സും നമുക്ക് വേണ്ട. നിത്യത പോകുന്നതാണോ ഇമ്പോർട്ടന്റ്, അതോ ഇവിടെ പ്രാർത്ഥിച്ച മറുപടിക്കാണോ? ആകയാൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവ് ഉത്തരമരുളും. ഈ